അയ്യപ്പൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഇല്ല. ഞങ്ങൾ മുസ്ലിമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങളുടെ പാർട്ടിയുടെ പേരെന്താണ്? ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ല. ഒരു അരഡസൻ BJPയുടെ MLA-മാരുണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയിലെ കട്ടിള പൊളിക്കുമായിരുന്നു. ഞങ്ങൾ ഒരു പിന്തിരിപ്പൻ ആൾക്കാര്, ഞങ്ങൾ ഒരു പട്ടിക്കാടൻ ഗ്രാമീണ സ്റ്റൈലുള്ള ആൾക്കാര്, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള ഒരു നരേഷൻ അവർ ക്രിയേറ്റ് ചെയ്യാൻ. അതിദാരിദ്ര്യം ഇല്ല കേരളത്തിൽ എന്ന് പറയുന്നത് പച്ചക്കള്ളാണ്. കേരളത്തിലെ മുസ്ലിം ലീഗിൽ ഉള്ളതിനേക്കാൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ ഉണ്ട്. എന്താണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തത്? അത് അരമണിക്കൂർ നേരത്തേക്കാണോ? അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ സുരേന്ദ്രനോട് എനിക്ക് ചോദിക്കാം, ക്രിസ്ത്യൻ പള്ളിക്കോ മുസ്ലിം പള്ളിക്കോ ഒന്നും ഞങ്ങൾ എതിരല്ല. ഒരു മുസ്ലിം ധ്രുവീകരണത്തിന് വേണ്ടി രണ്ട് മുന്നണികളും പരിശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ നോക്കിക്കാണുന്നത്. മുഖ്യമന്ത്രി രാത്രിയിൽ ഉറക്കമുളച്ചിരുന്ന് ഭഗവത്ഗീതയിൽ 4 വരി പഠിച്ചതുപോലും ചൊല്ലിയത് എങ്ങനെയോ ആവട്ടെ, ഇവിടത്തെ ഹിന്ദു സമുദായത്തിനോട് ഞാൻ മനസ്സ് വെക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് NSSനെയും SNDPയെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് സണ്ണി ജോസഫ് പറഞ്ഞതും ശ്രീമാൻ പിണറായി വിജയൻ പറഞ്ഞതും ഒരേ തരത്തിലായിരുന്നു. ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞതും അതുപോലെ തന്നെയായിരുന്നു. BJP വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതിക്രമങ്ങളും കാലാകാലമായിട്ട് ഞങ്ങളിവിടെ ചെയ്യും. എന്നാൽ അതെന്തുകൊണ്ട് ഓപ്പണായിട്ട് പറഞ്ഞുകൂടാന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞങ്ങൾ ജയിക്കണമെന്ന് കേരള രാഷ്ട്രീയത്തിൽ പൊതുജനങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, ഞങ്ങൾ ജയിക്കരുത് എന്ന് രണ്ട് മുന്നണികളും ആലോചിക്കുകയും അവർ ആളുകളുടെ മുന്നിൽ പറഞ്ഞ വാക്കിൽ വെള്ളം ചേർക്കുകയും കൈപ്പത്തിക്കാരന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും അരിവാൾ ചുറ്റിക നക്ഷത്രക്കാരന് കൈപ്പത്തി ചിഹ്നത്തിലും വോട്ട് ചെയ്യാം എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ വൈകിപ്പോയി. അപ്പം ജനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനമെടുത്ത ഒരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് പോലെ തന്നെ വരാൻ പോകുന്ന നാളുകളിൽ കേരള നിയമസഭയിൽ ധാരാളം ആളുകൾ ഞങ്ങൾ വിജയിച്ച് എത്തും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ തീരുമാനമായിട്ടില്ല. BJP വിജയിച്ചെത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി LDFും UDFും കൈകോർത്ത ഒരുപാട് ഇൻസ്റ്റൻസസ് നമ്മുടെ മുന്നിലുണ്ട്. അത് ഇനിയും ആവർത്തിക്കില്ലേ അതുപോലെ തന്നെ? അതോടുകൂടി അങ്ങനെ സംഭവിച്ചാൽ, ഇപ്പൊ ഇതുവരെ ചെയ്തത് അപൂർവം ചില ഇടങ്ങളിലാണ്. ഇപ്പം ഞങ്ങൾ 30 സ്ഥലത്ത് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 30-ലധികം വരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് 30,000-ൽ കൂടുതൽ വോട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അവിടെ ഇവരുടെ വോട്ടിംഗ് പാറ്റേൺ മുൻപുള്ളതും നമ്മൾ പരിശോധിക്കപ്പെടും. അത് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെടുത്തും. അതിനനുസൃതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആയിരിക്കും ഞങ്ങൾ ഇത്തവണ ചെയ്യുക. അതിനു മുൻപ് ചില ഇൻസിഡൻറ്റുകൾ പഞ്ചായത്ത് തലത്തിൽ നടന്നത് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും. ഇപ്പം തന്നെ ഞാൻ കായംകുളം മണ്ഡലത്തിൽ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, തെരഞ്ഞെടുപ്പിന് മുൻപ് പഞ്ചായത്ത് തലത്തിൽ ഒരു ഏകീകരണം ഉണ്ടായി. കാരണം 49,000 വോട്ടാണ് അവിടെ എണ്ണിയ വോട്ട് എനിക്ക് കിട്ടിയത്. കുറച്ച് വോട്ട് കൂടുതൽ, 1000 സംതിങ് വോട്ട് വേണുഗോപാലിന് കൂടുതൽ കിട്ടി ആ മണ്ഡലത്തിൽ. ഹരിപ്പാടും അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ അവിടെ ആ 15,000 എണ്ണാത്ത വോട്ടും അതിൽ എന്തായാലും ഒരു 3,000 വോട്ട് എത്ര കുറച്ചാലും BJPക്ക് ഉണ്ട്. ആ കായംകുളം നിയോജകമണ്ഡലത്തിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്കാർ ജയിക്കരുത് എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും പല സ്ഥാനമാനങ്ങളിലും LDFും UDFും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവർ അവിടെ പോസ്റ്റുകൾ പിടിക്കുന്നത് കണ്ടു. ഇത് ഞങ്ങൾ പ്രചരണമാക്കും കേരളം മുഴുവൻ. അങ്ങനെ പ്രചരണമാക്കുമ്പോൾ ഇത്തവണ കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി കാലം ഇത്രയും പരിശ്രമിച്ച, എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആശയഗതികളോട് താല്പര്യമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയിലെ സമൂഹത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, അവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ നേതാക്കന്മാർ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വികസനത്തിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാർ എന്നുള്ള ചിന്തയിലേക്ക് രണ്ട് പാർട്ടിയിലെയും നന്മ ആഗ്രഹിക്കുന്നവർ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഉപകാരമായിട്ടാണ് മാറാൻ പോകുന്നത്. പക്ഷേ നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19%
വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ ഇപ്പോഴത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്ക് അത് 14.7%. അപ്പോൾ വോട്ടിൻ്റെ ഷെയർ കുറയല്ലേ ചെയ്യും. തിരുവനന്തപുരത്തെ ഒരു വിജയം അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നഷ്ടമല്ലേ ഉണ്ടായിട്ടുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, ഇനി പെർസെൻറ്റേജിൻ്റെ കണക്ക് ഞങ്ങളുടെ മുന്നിലില്ല. അതായത് തിരുവനന്തപുരത്ത് ഇതേ ജനങ്ങളുള്ള തിരുവനന്തപുരത്ത് അവിടെ കോർപ്പറേഷൻ നമുക്ക് പിടിക്കാൻ പറ്റി. ഇപ്പം ജനങ്ങൾക്കൊരു കാര്യം ബോധ്യമായി, മാർക്സിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസിലെയും വികസനം ആഗ്രഹിക്കുന്ന ജനത ഒരുമിച്ചാൽ ഞങ്ങൾക്കും, അതായത് BJPയുടെ ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം തെളിയും എന്നുള്ള ബോധ്യവും ആ റിസൾട്ടുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ വെളിപ്പെട്ടിട്ടുള്ളത്. ഇനി ജനം ആഗ്രഹിക്കുന്നത് BJP പാകമായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ആ പെർസെൻറ്റേജ് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും തൃശ്ശൂരിലും ആ പെർസെൻറ്റേജ് ആയിരുന്നില്ല. അപ്പോൾ ആ പ്രദേശങ്ങളിൽ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ധാരാളം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്. അപ്പോൾ വ്യാപകമായിട്ടുള്ള പഞ്ചായത്ത് തലത്തിൽ ഒരിക്കലും റിസൾട്ട് അസംബ്ലിയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ റിസൾട്ടോ വരാൻ ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. പഞ്ചായത്ത് ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. കാരണം അവിടെ എപ്പോഴും വ്യക്തിബന്ധങ്ങൾ, വ്യക്തിപരമായിട്ടൊരു നാട്ടിൽ അതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ നമുക്കൊരു പ്രധാന ഇലക്ഷനോട് ചേർത്ത് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. അതിന് കാരണങ്ങളുണ്ട്. അതായത് കേരളത്തിലും വേണ്ടേ മൂവ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും അതിനെ ഞങ്ങൾ അതിജീവിക്കും എന്നാണ്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ഒരു സിനാരിയോ, ഇപ്പം മുസ്ലിം വോട്ട് കൺസോളിഡേഷൻ നടക്കുന്നുണ്ട് UDFന് അനുകൂലമായിട്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി UDFൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട്, അതും ഉണ്ടാകുന്നു. ഇപ്പുറത്ത് LDFൻ്റെ ഭാഗത്തു നിന്ന് ഹിന്ദു വോട്ടുകൾ പോളറൈസ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് എവിടെയാണ് BJPക്ക് ഒരു സ്പേസ് വരുന്നത്? അല്ല, ഇതെല്ലാം ശ്രമമായിട്ട് മാധ്യമ സുഹൃത്തുക്കൾക്ക് കാണാം. ഞാൻ പറയാം, ഇതെല്ലാം ശ്രമമാണെന്നും ഈ ശ്രമമെല്ലാം വിജയിച്ച് ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ പെട്ടിയിൽ വീഴും എന്നാണ് തോന്നുന്നതെങ്കിൽ എനിക്കിത് തിരിച്ചാ തോന്നുന്നത്. കാരണം AK ബാലനെ പോലെ ഒരാൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുല്യതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്ന് നാളിത്രയും പറഞ്ഞ ആള്, ആ വ്യക്തി ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ മറക്കാൻ ആഗ്രഹിച്ച മാറാടിനെ വീണ്ടും പൊടി തട്ടിയെടുത്ത് കൊണ്ടുവരുന്നത് ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെ 161 അസംബ്ലി മണ്ഡലങ്ങളിൽ കൂടെ കൂട്ടുകയും അവരുടെ വോട്ട് പിടിക്കുകയും അവരുടെ സഹായം കൊണ്ടിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയും അതേ മാർക്സിസ്റ്റ് പാർട്ടി അതേ ജമായത്ത് ഇസ്ലാമി UDFൻ്റെ കൂടെ പോകുന്നതും ജമായത്ത് ഇസ്ലാമിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം വിഡ്ഢികളല്ല എന്നാണ് തെളിയിക്കപ്പെടാൻ പോകുന്നത്. കാരണം സംഭവിക്കാൻ പോകുന്നത്, ഏത് ഭീകരവാദികളെയും കൂടെ കൂട്ടാൻ രണ്ട് മുന്നണികൾക്കും മടിയില്ലെന്നും സ്വന്തം കൂടെ ഇരിക്കുന്ന സമയത്ത് അത് ശർക്കരയാണെന്നും എന്നാൽ സ്വന്തം കൂടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നീ ശരിയല്ല എന്നും പറയുന്ന ഈ നയത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയുമ്പോൾ ഉള്ള ഹിന്ദു വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെട്ടിയിലുണ്ടാകില്ല എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. കേരളം പോലെ ഒരു ചെറിയ രാഷ്ട്രീയ സ്പേസിൽ ഒരു 3 മുന്നണികൾക്കുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. ഏതെങ്കിലും 2 മുന്നണിക്ക് ഒരു സ്പേസ് ഉള്ളൂ ഇത്രയും കാലത്തെ ഒരു ചരിത്രം വെച്ച് നോക്കിയാലും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മുന്നണി, LDF ആണെങ്കിലും UDF ആണെങ്കിലും, അത് ആരെങ്കിലും ഇല്ലാതാവാതെ BJPക്ക് ഒരു സ്പേസ് ഇവിടെ ഇല്ല. അത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ചോദിക്കുന്നത്, BJPയുടെ മുഖ്യ എതിരാളി ആരാണ്? ഈ മുന്നണി എന്ന് പറയുമ്പോൾ CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷി എന്നാണ് പറയുന്നത്. എത്ര മെമ്പർമാർ ആ പാർട്ടിക്കുണ്ട്? അവർക്ക് എത്ര മന്ത്രിയുണ്ട്? അവർക്ക് വോട്ട് ചെയ്യുന്ന ജനസംഖ്യ അനുപാതത്തിലല്ല മുന്നണി സംവിധാനത്തിൽ ഒരു പാർട്ടിയെ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആകെ 3 പാർട്ടിയേ ഉള്ളൂ. ശക്തമായിട്ടുള്ള പാർട്ടി എന്ന് പറയാനായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോൺഗ്രസ്, മാർക്സിസ്റ്റ്, BJP.
അപ്പം ജനം ഇത്തവണ പ്രതലം സൃഷ്ടിക്കാൻ പോകുന്നത് BJP പറയുന്ന വികസനത്തിന് അനുകൂലമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, രണ്ട് മുന്നണികളുടെയും വികസന വിരുദ്ധത ചർച്ചയാക്കപ്പെടുമ്പോൾ, കേരളം വികസിക്കണ്ടേ എന്നുള്ള ഞങ്ങളുടെ ചോദ്യവും കേരളത്തെ ഞങ്ങൾ മാറ്റിത്തരാം എന്നുള്ള ചോദ്യവും, അതിനെ അനുകൂലിക്കുന്ന ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു മുന്നേറ്റം BJPക്ക് അനുകൂലമാക്കി ഉണ്ടാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ എണ്ണത്തിന് പ്രസക്തിയേ ഇല്ല. BJPയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ മാർഗ തടസ്സം എന്താണ്? കേരളത്തിൽ ഇതുവരെ വളരാതിരിക്കാൻ വളരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചധികം കാലമായി. അല്ല, അതെ, അതിന് നല്ല കഷ്ടപ്പാടുണ്ട്. കാരണം BJP പോലൊരു പാർട്ടിയെ കേരളത്തിലെ ജനസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഞങ്ങൾ മുസ്ലിമിനെതിരാണ്, ഞങ്ങൾ ക്രിസ്ത്യാനിക്കെതിരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെറേറ്റീവ് ക്രിയേഷൻ, പിന്നെ കുറച്ച് ചിന്തിക്കുന്ന ബുദ്ധിജീവികൾക്കിടയിൽ പറയും ഞങ്ങൾ മനുസ്മൃതിയുടെ ആളുകളാണ്. പറയുന്ന ആളുകൾക്ക് സ്മൃതിയും ശ്രുതിയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ല. അവർ വേദങ്ങൾ പഠിച്ചിട്ടില്ല, പുരാണം പഠിച്ചിട്ടില്ല, ഉപനിഷത്ത് പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ നരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഞങ്ങളൊരു പിന്തിരിപ്പൻ ആൾക്കാർ, ഞങ്ങളൊരു പട്ടിക്കാടൻ ഗ്രാമീണ സ്റ്റൈലുള്ള ആൾക്കാർ, ഞങ്ങൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളൊരു നരേഷൻ അവർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ കൂടി ഞാൻ പറയുന്നത് ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത ആളുകൾ ഉണ്ടാക്കിയ ഒരു നരേഷൻ. ഇതേപോലെ മുസ്ലിം ജനസാമാന്യത്തോട് അവർ പറയുന്നത് BJP വേണ്ടാട്ടോ, BJP കേരളത്തിൽ വന്ന അപകടമാവും എന്ന് പറയാണ്. എന്നാൽ മുസ്ലിമിൽ തന്നെ അറിയപ്പെടുന്ന മുക്തർ അബ്ബാസ് നഖ്വിയെ പോലെയുള്ള ആളുകൾ, ഷാനവാസ് ഹുസൈനെ പോലെയുള്ള ആളുകൾ, നജ്മ ഹെപ്തുള്ളയെ പോലെയുള്ള ആളുകൾ, ആന്ധ്രയിലെ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ആളുകൾ, അതായത് ഇവരൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. ആരിഫ് ഖാൻജി ഒരു കാലത്ത് അദ്ദേഹം BJPയിലേക്ക് വന്ന് പിന്നീടാണ് ഗവർണറായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ, BJP ആവശ്യപ്പെട്ടപ്പോൾ, ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിൽ ഉള്ളതിനേക്കാൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഓരോ വീടുകളിലേക്കും ഞങ്ങൾ എത്തിക്കും. അങ്ങനെ ഞങ്ങൾ എത്തിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങളുടെ പാർട്ടിയുടെ പേരെന്താണ്? ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ആ ഭാരതീയ ജനതാ പാർട്ടിക്കകത്തുള്ള ഒരു മുസൽമാനെയും അല്ലെങ്കിൽ ആ ആശയത്തിനെയാണ് ലീഗിനെ നമ്മൾ എതിർക്കും. എന്നാൽ ഒരു സാധാരണ മുസൽമാന് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നരേഷൻ കൊണ്ട്, ഇവർ പൗരത്വ നിയമം വന്ന സമയത്ത് BJPയെ വർഗീയവാദികളാക്കി ചിത്രീകരിച്ചു. പൗരത്വ നിയമം വന്നപ്പോൾ കടകൾ അടയ്ക്കാൻ പറഞ്ഞു, അവർ സമരം നടത്തി, ഭീകരവാദ സംഘടനകളെ അവർ ഏകീകരിച്ചു. എന്നിട്ട് അവർ നല്ലവരായിട്ടുള്ള മുസ്ലിം ജനസാമാന്യത്തോട് പറഞ്ഞു BJP അപകടമാണ്, BJP ഇന്ത്യയിൽ നിങ്ങളെല്ലാം പുറത്താക്കും എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ എന്താണ്? അമേരിക്കയിലേക്ക് ഒരു ഇന്ത്യൻ പോകുമ്പോൾ അവൻ ഐഡന്റിറ്റി വേണ്ടേ? വേറൊരു രാജ്യത്തേക്ക് ഒരു ഇന്ത്യൻ പോകുമ്പോൾ അവൻ ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഐഡന്റിറ്റി എല്ലാ രാജ്യങ്ങളും സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലും ഐഡന്റിറ്റി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ, അതിന് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് വന്ന ഈ പൗരത്വ നിയമത്തെ പോലും ഞങ്ങൾക്കെതിരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം BJPക്കെതിരാക്കി മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ മുസ്ലിം ആളുകളുടെ മനസ്സിൽ ഭാരതീയ ജനതാ പാർട്ടിയോട് ഉണ്ടായിട്ടുള്ള ഒരു തോന്നലിലല്ല അവരിപ്പോൾ നിൽക്കുന്നത്. അവർക്ക് ബോധ്യം വരും അവരുടെ മക്കളെ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ മേഖലയിൽ ഒരു വർഗീയ വിഘടനവാദത്തെ, ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധിക്കുമോ? ആ മുസ്ലിം ധ്രുവീകരണത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമോ? മുസ്ലിം ധ്രുവീകരണത്തെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ മുസ്ലിം ധ്രുവീകരണത്തിലൂടെ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി അടുത്ത ചാൻസ് എന്താണ്? ഇങ്ങനെ കഴുകൻ കണ്ണുകളോടുകൂടി ഇവർ കാത്തിരിക്കുന്നത് മുസ്ലിം ജനസാമാന്യത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഞങ്ങൾ അവരോട് പറയും, ഇന്ന് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഓരോ വ്യക്തിക്കും മൈനോറിറ്റി മിനിസ്ട്രിയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും കേരളത്തിൽ കഴിഞ്ഞ UPAയുടെ കാലഘട്ടത്തിൽ എത്ര കിട്ടിയെന്നും ഇപ്പോൾ മോദിജി വന്നതിന് ശേഷം എത്ര കിട്ടിയെന്നും, ഈവൻ ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ അന്ത്യാഭിലാഷമായിട്ട് മതപണ്ഡിതന്മാർ പറയുന്ന ഹജ്ജിന് പോകുന്ന കാര്യത്തിലുള്ള എണ്ണത്തിന്റെ വർധനവ് പോലും, അതിലെ അഴിമതി പോലും ഇല്ലായ്മ ചെയ്ത ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിൽ പണ്ടുണ്ടായിരുന്ന സിഖ് കലാപത്തെ പോലെ, പഞ്ചാബിലുണ്ടായ കലാപങ്ങളെ പോലെ, കാശ്മീരിലുണ്ടായിരുന്ന കലാപങ്ങളെ പോലെ ഇന്ന് രാജ്യത്തുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങളില്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരിക്കാം. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ മാറ്റി നിർത്തിയാൽ രാജ്യം ഇന്ന് സുഭദ്രമാണ്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ വരെ ആ സേനയിൽ നിന്ന് അത്രയും ഈ രാജ്യത്തിന്റെ
കാവൽക്കാരായിട്ടുള്ള പട്ടാളക്കാർക്ക് പോലും BJP നല്ല രീതിയിൽ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള തോന്നൽ ഉളവാക്കിയിട്ടുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ട് നമുക്ക് യഥാർത്ഥ മതേതരത്വം, യഥാർത്ഥ സ്വത്വം അത് കേരളത്തിൻ്റെ നമുക്ക് വീണ്ടെടുത്തുകൂടാ? അതിൽ എല്ലാവരും പങ്കാളികളാകണം എന്നുള്ള BJP മുന്നോട്ട് വയ്ക്കുന്ന ഞങ്ങളുടെ ആശയത്തെ മുസ്ലിം സുഹൃത്തുക്കൾ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നേരത്തെ പറഞ്ഞു ബിഷപ്പന്മാർ അവരുടെ വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ സഭയ്ക്ക് ഇന്ന കാര്യങ്ങൾ വേണം, നേടിയെടുക്കാനുണ്ട് എന്നുള്ളത് അവർ പറയും. കാരണം എന്താണ്? അവർ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ പൊതുവെ ബഹുസ്വരതയോടുകൂടി സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് സഭയുടെ ഉന്നമനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് പോലെയല്ല പാണക്കാട് തങ്ങൾ പറയുന്നത്. പാണക്കാട് തങ്ങളെ കേരളം കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവിനേക്കാൾ അപ്പുറം ഒരു മതപണ്ഡിതൻ എടുക്കേണ്ട റോൾ, അതായിരുന്നു പഴയ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മതപണ്ഡിതനായിട്ടുള്ള, മതത്തിനെ കൂടി തൻ്റെ കൺമുന്നിൽ നോക്കിക്കാണാൻ സാധിക്കുന്ന ആ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് പ്ലസ് ആ മതപണ്ഡിതൻ എന്നുള്ളതിൽ നോക്കുമ്പോൾ മതപണ്ഡിതനാണ് ഒന്നാം സ്ഥാനം അവർ കൊടുക്കുന്നത്. രണ്ടാമതേ മുസ്ലിം ലീഗിൻ്റെ നേതാവിന് അവർ ഒരു എന്താ പറയുക, ഒരു മൂല്യം അവർ കൽപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ചർച്ചകൾ സാമാന്യ മുസ്ലിങ്ങൾ പരിശോധിക്കും എന്നും വികസനം എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾ എത്തും എന്നാണ് BJPയുടെ വിശ്വാസം. നേരത്തെ പറഞ്ഞല്ലോ ഈ പെർസെൻറ്റേജ് കണക്ക് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നില്ല. തിരുവനന്തപുരം പെർസെൻറ്റേജിൽ അത് തിരുവനന്തപുരം ചോദിച്ചു. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ 30 കോൺസ്റ്റിറ്റ്യുവൻസി അത് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുക, അവിടെ നമ്മുടെ ഊർജം എടുക്കുക, അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെയാണോ നമ്മുടെ ഇലക്ഷൻ സ്ട്രാറ്റജി? അതായത് നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് നമ്മൾ പ്രവർത്തിച്ച് അവിടെ വിജയിക്കുക, മറ്റുള്ളിടത്ത് അത്ര ഇത് വേണ്ട, അങ്ങനെയാണോ? ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരെടുക്കുന്ന സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്ത് പറയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്ത് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ട്രാറ്റജി നേരത്തെ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട് ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. പക്ഷേ കേരളം അങ്ങോളം ഇങ്ങോളം, അതുകൊണ്ടാണല്ലോ കണ്ണൂരിൽ ഞങ്ങൾക്ക് മുനിസിപ്പൽ മെമ്പർമാരുണ്ടായി, തലശ്ശേരിയിൽ മുനിസിപ്പൽ മെമ്പർമാരുണ്ടായി, പാനൂരിലും മൊകേരിയിലും പാർട്ടി വളർന്നു. കണ്ണൂരിലെ പഴയ കോൺഗ്രസിൻ്റെ പ്രബലനായിട്ടുള്ള ലീഡറായിട്ടുള്ള മിസ്റ്റർ രഘു BJPയിലേക്ക് വന്നു. അതുപോലെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രധാനപ്പെട്ട 2 പേർ എത്രയും പെട്ടെന്ന് തന്നെ വരാനുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു BJPയുടെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആകമാനം BJPയുടെ വളർച്ചയും എന്നാൽ കേരള നിയമസഭയിൽ ധാരാളം MLAമാരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിരിക്കും. ആ സ്ട്രാറ്റജി കൊണ്ട് ഒരു പ്രവർത്തകന് പോലും തൻ്റെ പാർട്ടിക്ക് ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റിൽ ഒരു അപാകത സംഭവിച്ചു എന്ന് 0.5% പോലും ഒരു പാർട്ടി പ്രവർത്തകന് തോന്നാത്ത രീതിയിലായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക്. പെർസെൻറ്റേജ് അല്ല നമ്മുടെ വിജയമാണ്. പെർസെൻറ്റേജ് അതിനോടൊപ്പം കൂടും. കാരണം എണ്ണം വർദ്ധിക്കുന്നതോടൊപ്പം പെർസെൻറ്റേജ് തീർച്ചയായിട്ടും കേരളത്തിൽ വർദ്ധിക്കും. പാർലമെൻറ്റ് സമയത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നെത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഞങ്ങൾക്ക് കേരളം അങ്ങോളം ഇങ്ങോളം നൽകി എന്നുള്ളതാണ്. ഇത്തവണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഭാരതീയ ജനതാ പാർട്ടി വന്നിരുന്നെങ്കിൽ കേരള നിയമസഭയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് 1/2 ഡസൻ BJPയുടെ MLAമാരുണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയിലെ കട്ടിള പൊളിക്കുമായിരുന്നു. അത് ചോദിക്കാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ. മുൻ BJP പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, ശബരിമല ഇപ്പൊ സ്വർണ്ണപ്പാളി കവർച്ച കേസിൽ UDFും LDFും ഒരുപോലെ റെസ്പോൺസിബിൾ ആണെന്നും സോണിയാഗാന്ധിയെ വരെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അത് പാർട്ടിയുടെ സ്റ്റാൻഡാണോ അതോ? തീർച്ചയായിട്ടും. അതായത് ഭാരതീയ ജനതാ പാർട്ടി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിനും കോൺഗ്രസ് ലീഡർഷിപ്പ് മറുപടി പറഞ്ഞിട്ടില്ല. ഏത് കാര്യത്തിലും പറയുന്ന ശ്രീമാൻ VD സതീശൻ പോലും എന്തിനാണ് ആന്റോ ആന്റണിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയ മാഡത്തെ കണ്ടത് എന്ന് ഞങ്ങൾ പലരും ചോദിച്ചിട്ടും ഒരു ആൻസറും പറഞ്ഞിട്ടില്ല. അടൂർ പ്രകാശ് എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ടില്ല.
എന്താണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തത്? എന്തായിരുന്നു അത്? അരമണിക്കൂർ നേരത്തേക്കാണോ അത്? അല്ലെങ്കിൽ അത് പിന്നീട് മാധ്യമലോകവും പൊതുജനങ്ങളും അറിയുമ്പോൾ കാണാതിരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് വേറെ കെട്ടിയിട്ടുണ്ടോ? പുരാവസ്തു എന്നുള്ള രീതിയിൽ ഈ കട്ടിളപ്പാളിയിലെ സ്വർണത്തെ രാജ്യാന്തര കള്ളന്മാർക്ക് വിറ്റിട്ടുണ്ടോ? ഇതെല്ലാം ഇപ്പോൾ ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞത് അദ്ദേഹം SITയുടെ മുന്നിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ SITയുടെ മുന്നിൽ കാര്യങ്ങൾ പറയാൻ പറഞ്ഞ ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ലേ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയാതെ CBIക്ക് വരാൻ പറ്റില്ല. ഇന്റർനാഷണൽ ബന്ധങ്ങളുള്ള ഒരു കേസിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തയ്യാറാവണം, അല്ലെങ്കിൽ കോടതി പറയണം. അപ്പോൾ ഇത്രയും കേസ് നടത്തി പരിണിതപ്രജ്ഞനായിട്ടുള്ള രമേശ് ചെന്നിത്തലയും SITയെ മാത്രം പ്രതീക്ഷയിലെടുത്തുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എന്നും കേരള രാഷ്ട്രീയം ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ കൃത്യമായിട്ട് കോൺഗ്രസിന് പങ്കാളിത്തമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇതിന് മറുപടി പറയാത്തത്? അപ്പോൾ ഈ ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി? അത് കേരളം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യും. എന്നാൽ ആളുകളുടെ ചിന്തകൾക്ക് മൗഢ്യമുണ്ട് എന്ന് കരുതുകയാണ് കോൺഗ്രസ് ഈ ശബരിമല കേസിൽ. നോക്കൂ, കോൺഗ്രസ് ഇതിനു മുൻപും ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമലയിലെ തന്ത്രവിദ്യയും അവിടുത്തെ പൂജയും അവിടുത്തെ സിസ്റ്റവുമല്ല ഗുരുവായൂരിലുള്ളത്. ഗുരുവായൂരിലെ പുഷ്പങ്ങൾ പോലുമല്ല ദേവീ ക്ഷേത്രത്തിലുള്ളത്. അപ്പോൾ എന്താണ് ക്ഷേത്രത്തിലെ സംസ്കാരമെന്നും എന്താണ് ഒരു മനുഷ്യൻ്റെ ഷോഡശ സംസ്കാരം എന്ന് പോലും അറിയാത്ത, ഇതിൻ്റെ ഇതിവൃത്യത്തെക്കുറിച്ചോ അഗാധ തലങ്ങളെക്കുറിച്ചോ അറിവില്ലാത്തവർ അവർ പറഞ്ഞു ശബരിമലയിൽ ആര് കയറിയാൽ എന്താ കുഴപ്പം, സ്ത്രീ കയറിക്കോട്ടെ. അതുപോലും ഒരു ഭക്തയായിട്ടുള്ള സ്ത്രീ പോലും ശബരിമല സന്നിധിയിൽ കയറിയില്ല എന്നുള്ളതാണ്. ഒരു ഭക്തയായ സ്ത്രീയെ എത്രയോ ആളുകൾ ശബരിമലയിൽ പോകുന്നുണ്ട്, എത്രയോ ഭർത്താക്കന്മാർ മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ എത്രയോ പേർ ശബരിമലയിൽ പോകുന്നുണ്ട്. അവരുടെ ഒരു ഭാര്യയെ പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. ഏത് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ നവോത്ഥാനം സംഭവിപ്പിക്കാൻ ഞാൻ ചേട്ടൻ്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെയോ സംസ്ഥാന നേതാവിൻ്റെയോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാര്യയോ മകളോ ഒരാളും ഇവരുടെ കൂടെ നിൽക്കുന്നത് കഴിഞ്ഞ കാല കേരളത്തിൽ കാണാൻ സാധിച്ചില്ല. പക്ഷെ പോലീസിനെ ഉപയോഗിച്ചു, ശക്തി ഉപയോഗിച്ചു, ഒരു വിശ്വാസവുമില്ലാത്ത സ്ത്രീകളെ മല കയറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ശിക്ഷയും അവർക്ക് കിട്ടി, മാർക്സിസ്റ്റ് പാർട്ടി കിട്ടി. പക്ഷേ അവർ പറഞ്ഞ് ജനം തീരുമാനമെടുത്തു, BJP അവിടെ ജയിക്കുമോ, BJPക്ക് ഇവരെ താഴെയിടാനുള്ള ശക്തിയുണ്ടോ, ഇവരിനി പാർലമെന്റിൽ പോണ്ട, ഇതാണ് ഒരു പരിധി വരെയുള്ള ആളുകൾ തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് പല സ്ഥലത്തും BJP ഈ 20% നിന്നത്. അതാണ് പലപ്പോഴും അടികൊള്ളാൻ BJPയും സീറ്റ് കിട്ടാൻ കോൺഗ്രസ് എന്നാണ് പൊതുവെ ഇതുവരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ. ഇതുവരെ നിന്ന് എങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും? ഇതുവരെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ജനം ചിന്തിക്കാൻ പോവുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയ മാഡത്തിന്റെ മുന്നിലെത്തിച്ച അടൂർ പ്രകാശിന് ശബരിമലയിലെ ആചാരത്തോട് എന്ത് ഭക്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ വെറുതെ ഒരാളുടെ പുറകിൽ കറങ്ങി നടക്കുന്ന ഒരാളല്ല. ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഗൂഢാലോചന ശബരിമലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക സ്ഥലം വിമാനത്താവളത്തിന് വേണ്ടി സെലക്ട് ചെയ്തു. 2 മുന്നണികളും ആ വിമാനത്താവളം വരുന്നതിന് തയ്യാറായിരുന്നു. ആറന്മുളയിലെ ഭഗവാനെ ഇഷ്ടമുള്ള കോൺഗ്രസ്സുകാരും ഉത്രട്ടാതി വള്ളംകളി ആസ്വദിക്കുന്ന കോൺഗ്രസ്സുകാരും ആറന്മുളയിലെ കൊടിമരം തകർക്കപ്പെടും വിമാനത്താവളം വന്നാൽ എന്ന് അറിഞ്ഞിട്ടുകൂടി ആ മൂവർ സംഘം, അതായത് വിമാനത്താവളം കൊണ്ടുവരാൻ പരിശ്രമിച്ച മൂവർ സംഘവുമായിട്ട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് സമരം നടത്തി നാട്ടുകാർ മുന്നോട്ട് വന്ന് പരിസ്ഥിതി പ്രവർത്തകർ വന്ന് എല്ലാവരും ചേർന്ന് യുദ്ധപ്രഖ്യാപനം നടത്തിയപ്പോഴാണ് ആ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചത്. അപ്പോൾ 2 മുന്നണികളുടെയും ലക്ഷ്യം അയ്യപ്പനല്ല. 2 മുന്നണികളുടെയും ലക്ഷ്യം അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായിട്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് 100-ലധികം കേസുണ്ടായി ശബരിമലയിൽ. ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ഞങ്ങൾ പെട്ടിയും പാക്ക് ചെയ്ത് തുണിയും പാക്ക് ചെയ്ത് 2 മാസം കഴിഞ്ഞ് കാണാമെന്ന് മക്കളോടും പറഞ്ഞ്
റോഡിൽ പോകാൻ റെഡിയായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ പുറത്തു വന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ പിന്തിരിപ്പന്മാർ, ഞങ്ങൾ വലിയ ദൈവവിശ്വാസികൾ, ദൈവമുണ്ടോ, അയ്യപ്പനുണ്ടോ, അന്നാണ് സ്വരാജൊക്കെ സംസാരിച്ചത്, അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, അയ്യപ്പൻ്റെ ഭാര്യ ഇതാണ്. അതായത് സംസ്കൃതത്തിലെ ഒരു 2 വരി ശ്ലോകം പോലും പഠിക്കാത്തവർ വെറുതെ ഈ ഒരു ചിന്തയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. ഇപ്പം എനിക്കറിവില്ല, എനിക്ക് സ്പിരിച്വൽ ടൂറിസത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല, എനിക്ക് അഡ്വഞ്ചർ ടൂറിസത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല, എനിക്ക് ഇവിടുത്തെ യുവാക്കളുടെ ടെക്നോളജി സ്കില്ലിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഈ 3 കാര്യങ്ങളും ഞാൻ ആലപ്പുഴയിൽ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ലോകത്തെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള 3 പേരെ വരുത്തി അവരുടെ ഭാഷ അത് എനിക്ക് കൺവേർട്ട് ചെയ്ത് തരാൻ സാധിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രാഗൽഭ്യമുള്ള നമ്മുടെ കുട്ടികളെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങളൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കി. അപ്പോൾ ആ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത്, ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ അഹന്ത വെടിഞ്ഞ് അറിവുള്ളവരോട് ചോദിച്ച് അത് പഠിച്ച് സമൂഹത്തിൽ അഭിപ്രായം പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വിശ്വാസികളെ ദ്രോഹിക്കേണ്ട. ഇപ്പം അയ്യപ്പൻ്റെ കാര്യത്തിൽ എടുക്കുന്ന നയം അവർക്ക് അങ്ങനെ ഒരു പരിപ്രേക്ഷ്യം എന്നുള്ള രീതിയിൽ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. ഇപ്പം ശ്രീമതി ടീച്ചർ പോലും വാക്ക് മാറ്റി പറഞ്ഞു. ടീച്ചർ പറഞ്ഞില്ലേ എന്തിനാണ് വിശ്വാസിക്ക് എതിരായിട്ട് നിൽക്കുന്നത്? അപ്പോൾ ഇന്നലെ വരെ അങ്ങനെയായിരുന്നു. കക്കൂസിനെതിരെ സമരം ചെയ്തു, ക്ലോസറ്റ് വേണ്ടാന്ന് പറഞ്ഞു. ട്രാക്ടറിനെതിരെ സമരം ചെയ്തു, ട്രാക്ടർ വേണ്ട, ആളുകളുടെ ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. മൊബൈൽ വേണ്ടാന്ന് പറഞ്ഞു, സമരം ചെയ്തു. എന്നിട്ട് പറഞ്ഞു കസേര കറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു കാലത്ത് കേരളത്തിൽ അവർ പ്രസംഗിച്ചതാണ്. കറങ്ങുന്ന കസേര വാങ്ങി, AC വേണ്ടാന്ന് പറഞ്ഞു, കമ്പ്യൂട്ടർ വേണ്ടാന്ന് പറഞ്ഞു. ഈ പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ അല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണാൻ തുടങ്ങി. ഞാൻ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നത് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് കേരളത്തെ ഭരിക്കാനാണോ അതോ വ്യക്തിപരമായിട്ടുള്ള ചില ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ഞാൻ പ്രസംഗത്തിൽ ചോദിക്കുകയാണ്. അതായത് ഇതെല്ലാം മുഖ്യമന്ത്രിക്കാവാം, മുഖ്യമന്ത്രിക്ക് നല്ല ആശുപത്രി ആവാം, മുഖ്യമന്ത്രിക്ക് നല്ല വിമാനത്തിൽ യാത്ര ചെയ്യാം, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് എല്ലാ സൗകര്യങ്ങളും ആവാം. ഇവിടുത്തെ പാവപ്പെട്ട ഏരിയ സെക്രട്ടറിയുടെ മോനോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മോനോ ബ്ലോക്ക് അവരുടെ ചുമതലക്കാരുടെ കുട്ടികളൊന്നും നല്ല സ്കൂൾ വേണ്ട, അവർക്കൊന്നും ഇത് സ്വകാര്യ മേഖല വേണ്ട. അപ്പോൾ സ്വകാര്യ മേഖല വേണ്ട എന്ന് പറഞ്ഞ ദേശസാൽക്കരണം എന്തായി? തകർന്നു. ഇന്ത്യയിൽ ലോകത്ത് 2% ഉണ്ടായിരുന്ന കമ്മ്യൂണിസം ഇന്ന് ലോകം മുഴുവൻ ഉപേക്ഷിച്ചു. സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടായി. ഇന്ന് റഷ്യ മാത്രം നിലനിൽക്കുക. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളും റഷ്യൻ വിപ്ലവങ്ങളും അതുപോലെ തന്നെ ഈ വിപ്ലവങ്ങളെയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ത്രിപുരയും ബംഗാളും പോയി. കാരണം അവരല്ല ശരി എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുത്തിയ ഇനി ബാക്കി പത്രമായിട്ടുള്ള കേരളത്തിലും ഇവരുടെ വാക്കും പ്രവൃത്തിയും 2 എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ ഒരു തകർച്ച ഉണ്ടാവാൻ സാധ്യത മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്ന് BJP വിശ്വസിക്കുന്നു. ആ സ്പേസിലാണോ BJP വളരാൻ പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങൾ നേരായ സ്പേസ് ആണ്. അതായത് ഇടത്തൊരു സ്പേസ് ഉണ്ട്, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. വലതൊരു സ്പേസ് ഉണ്ടായിരുന്നു, അത് വലതുപക്ഷം UDF LDF. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഞങ്ങൾ നേരായ മാർഗത്തിലൂടെ പോകുമ്പോൾ ഇടതുഭാഗത്തുള്ള വികസന താല്പര്യമുള്ളവരും വലതുഭാഗത്തുള്ള വികസന താല്പര്യമുള്ളവരും ഈ നേർരേഖയിലേക്ക് വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതിൻ്റെ ആദ്യപടിയാണ് കേരളത്തിൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. ശ്രീമതി പത്മജ BJPയിലേക്ക് വന്നു. പല ആളുകൾക്കും BJPയിലേക്ക് വരണം എന്നുള്ള മോഹമുണ്ടാവുകയും അതിനനുസൃതമായിട്ടുള്ള ചില മൂവ്മെൻറ്റുകൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളുടെ വ്യത്യാസം, അവരുടെ പ്രസംഗങ്ങളിലെ വ്യത്യാസം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഉത്തരാഖണ്ഡിൽ നിന്ന് അതിപ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് BJPയിലേക്ക് വന്നു. ഒരു സമയത്ത് UPAയുടെ പ്രധാനപ്പെട്ട ലീഡറായിരുന്ന ജിതേന്ദ്ര BJPയിലേക്ക് വന്നു. മാധവ് റാവു സിന്ധിയുടെ കുടുംബം കോൺഗ്രസിൻ്റെ അത്രയും വലിയ, അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു. പഞ്ചാബിൽ നിന്ന് അമരീന്ദർ സിംഗ് BJPയിലേക്ക് വന്നു.
ആസാമിൽ നിന്ന് ഹിമന്ത BJPയിലേക്ക് വന്നു. അതായത് ഇന്ത്യ മുഴുവൻ നോക്കുന്ന സമയത്ത് അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കോൺഗ്രസിലെ പല ആളുകളും കൂട്ടം കൂട്ടമായിട്ട് BJPയിലേക്ക് വരികയാണ്. അത് കേരളത്തിലും അതിൻ്റെ മൂവ്മെൻറ്റുകളുണ്ട്. ഇവർ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരായിട്ടുള്ള അണികൾ നേരത്തെ BJPയിലേക്ക് ഒരു ഷിഫ്റ്റ് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഇത്രയും കുറച്ച് പേരുകൾ പറഞ്ഞല്ലോ, മാധവറാവ് സിന്ധ്യ അടക്കമുള്ള സിന്ധ്യയുടെ മകൻ അവരടക്കമുള്ള ടോൾ ലീഡേഴ്സ് ആണ് BJPയെ മറ്റ് സ്റ്റേറ്റ്സിൽ വളരാൻ വളരെയധികം സഹായിച്ചത്. ഞാൻ പറഞ്ഞില്ല, അല്ല അവർ വന്നു. കേരളത്തിൽ പക്ഷേ നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ലീഡർഷിപ്പ് ആരും BJPയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. സൂചനകളൊക്കെ വലിയ ടോൾ ലീഡേഴ്സ് അവരുടെ വാക്കുകളിലൂടെ അവരുടെ പ്രവൃത്തികളിലൂടെയൊക്കെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങോട്ടങ്ങ് അല്ല സമയമായിട്ടില്ല. ഒരാൾ ഡൽഹി വരെ എത്തിയിട്ട് ലാസ്റ്റ് മിനിറ്റ് ഒരു കോൾ വന്നപ്പോൾ തിരിച്ചു വന്നു. ഇപ്പോഴത്തെ പുള്ളിയുടെ അവസ്ഥ അത് ആത്മകഥ എഴുതിയ ആളല്ലേ? ആത്മകഥ ഞാൻ കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞതെല്ലാം വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് വലിയ മനമാറ്റം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായി. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു. അദ്ദേഹം അതിൽ നിന്ന് മാറാൻ തീരുമാനമെടുത്തു. പക്ഷെ തീരുമാനമെടുത്തപ്പോൾ ഒരാളെ അവർ ഇടനിലക്കാരനാക്കി. അത് ഇടനിലക്കാരൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്നൊന്നും അയാളുടെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇദ്ദേഹം വിട്ട ഒരാൾ മാത്രമായിരുന്നു ഇടനിലയായിട്ട് നിന്ന ആൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ രാഷ്ട്രീയക്കാർക്കൊക്കെ കൂട്ടുകാർ അവരെക്കാൾ നല്ലവരാണ് ഉണ്ടാവുക. അപ്പം എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് സത്യത്തിൽ അങ്ങനെ കൂടുതൽ മനസ്സിലായിട്ടില്ല. എന്നിരുന്നാലും ഞാൻ പിന്നീട് മനസ്സിലാക്കി. അപ്പോൾ ഡൽഹിയിൽ വന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ രാമനിലയത്തിൽ പോയി. ആലപ്പുഴയിൽ പാർലമെൻറ്റിൽ നിൽക്കുന്ന സമയത്താണ് ഈ വിവാദം, ഈ വിഷയം ഉണ്ടായത്. അപ്പം ഞാനൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തുമ്പോൾ രാമനിലയത്തിലെ റൂം നമ്പർ എനിക്കറിയില്ല. കാരണം രാമനിലയത്തിൽ ഒരേ ഒരു തവണയേ ഞാൻ മുറി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നമ്പർ ഓർമ്മയില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, ഞാൻ വെപ്രാളപ്പെട്ട് മുറിയെടുക്കുന്നു. വെപ്രാളപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത് പുറത്ത് ഞാൻ കാരണം പുറത്തറിയണ്ടെന്നുള്ളത് കരുതിയിട്ടാണ്. ആ റൂം നമ്പർ ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ നേരെ ചെല്ലുന്നു. പത്രസമ്മേളനത്തിൽ പറയണം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വീണ്ടും ഏതെങ്കിലും ഒരു പത്രസമ്മേളനം എടുത്തു നോക്കിയാൽ മനസ്സിലാവും. നേരെ ഞാൻ പോകുന്നു, ഇവിടെ ആളുകൾ ഇരിക്കുന്നു, ഇവിടെ ലെഡ്ജറിൽ ഞാൻ ഒപ്പുവയ്ക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മുറി ഇവിടെ കയറി ചെന്ന് വലത്തോട്ട്. അപ്പോൾ ആ മുറിയിൽ ഞാൻ ഇരിക്കുന്നു. ഈ നേതാവ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയം അതിക്രമിച്ചപ്പോൾ ഞാൻ ഇയാളോട് ഫോൺ ചെയ്യാൻ പറഞ്ഞു, ഇടനിലക്കാരനോട്. അപ്പോൾ ഇടനിലക്കാരൻ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഇയാൾ പണ്ട് തെറ്റ് ചെയ്ത ഒരാളായതുകൊണ്ടും പറഞ്ഞ വാക്ക് മാറ്റിയ ഒരാളായത് പിന്നെ വീണ്ടും എന്നോട് സംസാരിച്ച് രണ്ടാം വട്ടമാണ് രാമനിലയത്തിൽ ഞാൻ പോകുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ റൂം തുറന്ന് ഞാൻ പുറത്തിറങ്ങി ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ മന്ത്രി രാധാകൃഷ്ണനും പോലീസും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പണ്ടും അറിയാം, ചേലക്കരക്കാരനാണ്, ഞാൻ വടക്കഞ്ചേരിക്കാരിയാണ്. അപ്പോൾ ഞാൻ നമസ്കാരം പറഞ്ഞു, അദ്ദേഹം എന്നോട് നമസ്കാരം പറഞ്ഞു. തൊട്ടപ്പുറത്താണ് ജയരാജൻ്റെ മുറി. ജയരാജൻ പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ റൂം നമ്പറുകളെല്ലാം കറക്റ്റായിരുന്നു. പിന്നീടാണ് വിവരാവകാശ രേഖ വെച്ച് നമ്മൾ റൂം നമ്പറുകൾ എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞത് ഏതാൾക്കും പരിശോധിച്ചാൽ അറിയാം, ശോഭയുടെ മുറി ഇവിടെയായിരുന്നു, മന്ത്രി രാധാകൃഷ്ണൻ റൂം ഇവിടെയായിരുന്നു, ജയരാജൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു. അപ്പോൾ ജയരാജൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് കടന്നു വരാൻ പറ്റുന്നില്ല, റൂമിൻ്റെ മുന്നിൽ അവരുണ്ടെങ്കിലോ. അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായി ഒരു സ്ത്രീയോട്, ഒരു പൊളിറ്റിക്കൽ ലീഡറോട്, ഞാൻ 5 പേരിൽ ഒരാളായിരുന്നു ഇന്ത്യയിൽ ആളുകളെ കൂട്ടാനും മെമ്പർഷിപ്പ് ഡ്രൈവിൽ പ്രവർത്തിച്ച ഒരാളാണ്. എൻ്റെ കൺവീനർ എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു, മധ്യപ്രദേശ് മുഖ്യമന്ത്രി. ഞാൻ കോ കൺവീനറായിരുന്നു. എന്നാൽ മൂന്നിലധികം തവണ ഈ കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരാൾ, ഒരു സ്ത്രീയെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ മാനസികമായിട്ട് വേദനിപ്പിക്കാനാണ് ശ്രമിച്ചത്. കാരണം പരിപ്പുവടയും കട്ടൻ ചായയും എന്ന് പറഞ്ഞ് പുസ്തകം എഴുതാൻ വേണ്ടി DC കൊണ്ടുപോയി കൊടുക്കുകയും അത് ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും DC പോലും അതിന് കൂട്ടുനിൽക്കുകയും, കാരണം ഒരുപക്ഷെ പല കാരണങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, കൂട്ടുനിൽക്കുകയും എന്നാൽ പിന്നീട് ആ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ സിമ്പിൾ പോയിന്റ്, BJPയെ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം BJPയിലേക്ക് ചേരാൻ തീരുമാനമെടുത്തത്? എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ BJPയിൽ ചേരാൻ തയ്യാറല്ലായിരുന്നു, ഇത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഒരു കഥയാന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, ഞാൻ വലിയ ആളല്ല, എനിക്ക് ഈ കഥ
ഒരാളെ നമ്മൾ BJP-യിൽ ചേർത്താൻ വേണ്ടി പോകുന്നത് രഹസ്യമായിട്ടാണ്. ക്യാമറയും അല്ലെങ്കിൽ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല. ഞാനൊരു സാധാരണ ആളാണ്. പക്ഷേ എനിക്ക് ഡൽഹിയിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, ഹോം മിനിസ്റ്ററുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ വീടുകളിൽ എനിക്ക് പരിചയമുണ്ട്, മുഖ്യമന്ത്രിമാരെ എനിക്ക് കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് അമിതമായിട്ട് എന്നെ മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് പലരും ഈ നവമാധ്യമങ്ങളിലൂടെ കളിയാക്കും. പക്ഷെ ഞാൻ പറഞ്ഞ എല്ലാം സത്യമാണ്. അപ്പോൾ സത്യമാണ് മീൻസ് ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം പ്രൈം മിനിസ്റ്ററുടെ ഒരു മലയാളം പുസ്തകം ഞാൻ എഴുതി കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഞാൻ പോയി. ഞാൻ പത്രക്കാരോടൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു ഫോട്ടോയും പുറത്തു വന്നിട്ടില്ല, ആ പുസ്തകം എൻ്റെ പ്രകാശനം ചെയ്തിട്ടില്ല. കാരണം അപ്പോൾ മോദിജി പറഞ്ഞു ഇത് മലയാളമാണ് ശോഭ, ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണ്ടേ, അപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അത് മൊഴി മാറ്റിയിട്ട് വേണം ഇതിൻ്റെ. പക്ഷെ ഇനിയും ഞാൻ കാത്തിരിക്കില്ല, കാരണം അത് കഴിഞ്ഞിട്ടും മാസങ്ങളായി. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ പോലെയല്ല വേറെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഞാൻ ഇതുവരെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു CPM-ൽ തന്നെയുള്ള അല്ല, CPM-ലല്ല, ഞാൻ CPM-ലുള്ളവരെ മാത്രമല്ല കണ്ടിട്ടുള്ളതെന്ന് അന്നേ ഞാൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് എന്നെ കണ്ടു അല്ലെങ്കിൽ ഞാൻ പോയി ഒരു ചർച്ച നടത്തിയവരുടെ പേര് പൊതുസമൂഹത്തിൽ അങ്ങനെ എന്താ പറയുക വിവേകമില്ലാതെ വിളിച്ചു പറയുന്ന ഒരാളല്ല. ഒരു സ്ത്രീ കണ്ട് ചർച്ച നടത്തിയവരാരും വരാൻ തയ്യാറായില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് പല കാരണങ്ങളുണ്ടാവാം. അതിനെ അങ്ങനെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അറിയാം BJP-ക്ക് ഇപ്പോൾ വന്നവരിൽ ഞാൻ ചർച്ച നടത്തിയവരുണ്ടെങ്കിലോ, അതിനുശേഷം ആളുകൾ വന്നല്ലോ BJP-യിൽ, ഒരുപാട് ആൾക്കാർ വന്നു, കേരളത്തിലും വലിയ ആൾക്കാർ വന്നു. ഇനിയും വരാൻ ലിസ്റ്റിലുണ്ടോ? തീർച്ചയായിട്ടും വരും. ഈ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കേട്ട ഒരു പേരാണ് ശശി തരൂരിന്റെ. ഇപ്പൊ അദ്ദേഹം തിരിച്ചു പിന്നെയും കോൺഗ്രസിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ഇലക്ഷൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഈ ശശി തരൂറുമായിട്ടുള്ള BJP-യുടെ ബന്ധം എങ്ങനെയാണ് ഇപ്പോൾ? അല്ല, അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഇപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലെ ആളുകൾ വിശ്വസിക്കുന്നത്. കാരണം ഒരു വ്യക്തി പറയുന്നു ഞാൻ കോൺഗ്രസുമായിട്ടാണ് ബന്ധമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് കൗണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ശ്രമിച്ചിരുന്നോ BJP? അല്ല, ആ സബ്ജക്റ്റിൽ അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് എഴുത്തിനെ വായിക്കാനാണ് എനിക്കിഷ്ടം. അദ്ദേഹം കേരളത്തിൽ പറഞ്ഞ ആ വാക്കുകളെ അതേപോലെ വായിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. വേറെ രീതിയിൽ വായിക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു? അല്ലല്ല, അത് അങ്ങനെ അർത്ഥാക്കാനില്ല. അത് ഒറ്റ വരിയിൽ അവസാനിപ്പിക്കുകയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സീറ്റ് ചർച്ചകളൊക്കെ തുടങ്ങി. ഏകദേശം നമ്മൾ എവിടെയായിരിക്കും ഇപ്പം? താങ്കൾ തന്നെ കായംകുളം എന്നൊക്കെ പറയുന്നു. അല്ല, അത് അങ്ങനെ എന്തായാലും BJP-യിൽ മീൻസ് ലീഡർഷിപ്പ് നമ്മളോട് മത്സരിക്കണം എന്ന് നിർബന്ധിച്ചാൽ അവർ പറയുന്ന സംഘടന പറയുന്ന ഒരു സ്ഥലത്ത് മത്സരിക്കുക എന്നുള്ളതാണ്. കാരണം മത്സരിക്കാൻ എന്തായാലും വലിയൊരു കൊതി ഇപ്പോന്നല്ല ഇല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. കാരണം 9 തെരഞ്ഞെടുപ്പായി. പക്ഷെ എവിടെ ചെന്നാലും എവിടെ മത്സരിച്ചാലും ശോഭാ സുരേന്ദ്രൻ ചെല്ലുമ്പോൾ ഒരു ഓളം, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഓളം ഉണ്ടാവാറുണ്ട്. അതിപ്പോ കഴിഞ്ഞ അവസാനത്തെ ആലപ്പുഴ ഇലക്ഷൻ ആണെങ്കിൽ പോലും വിജയിച്ചു എന്ന് വരെ കേട്ടൊരു സമയമുണ്ട്. എന്താണ് അതിന്റെ പുറകിലുള്ള ഒരു രഹസ്യം എന്താണ്? എങ്ങനെയാണ് ഈ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന കാൻഡിഡേറ്റിന്? അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ കാല കേരള രാഷ്ട്രീയത്തിൽ എത്രയോ വർഷമായിട്ട് ഞാൻ തുടങ്ങിയിട്ട്, അപ്പോൾ എനിക്ക് ഒരു 1995 യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആവുന്നത്. പിന്നെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായി, പിന്നെ മഹിളാ മോർച്ചയുടെ പ്രസിഡന്റ് 2 ടേം ആയി. സൗത്തിൽ നാഷണൽ എക്സിക്യൂട്ടീവിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീനെ എടുത്തപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മളെടുത്തു. അത് കഴിഞ്ഞ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ 6 വർഷം നദ്ദാജിയോടൊപ്പം അമിത്ഷാജിയോടൊപ്പം അങ്ങനെ നമുക്ക് 6 വർഷത്തോളം, രാജ്നാഥ് സിംഗ്ജിയുടെ കൂടെ അങ്ങനെ 6 വർഷത്തോളം പ്രവർത്തിക്കാൻ പറ്റി. അതുകൂടാതെ വലിയ വലിയ ചുമതലകൾ ഏൽപ്പിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ 12 സ്ത്രീകളെ അവർ സെലക്ട് ചെയ്തപ്പോൾ അതിലൊരാൾ സൗത്തിൽ നിന്ന് പുരന്ദരേശ്വരിയും ഒരാൾ ഞാനുമാണ്. അപ്പോൾ അങ്ങനെയുള്ള അത് BJP-യുടെ വിമൺ വിങ് അല്ല, BJP-യുടെ മഹിളാ മോർച്ചയുടെയും മുകളിൽ രാജ്യത്ത് സ്ത്രീ മുന്നേറ്റത്തിന് ധാരാളം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും എണ്ണം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ളൊരു നിർണായകമായിട്ടുള്ളൊരു ബോഡിയാണ്. അപ്പോൾ അതിൽ നമ്മളെടുക്കുന്നു. ഇതൊക്കെ നമുക്ക് അവസരങ്ങളാണ്. എന്ന് വെച്ചാൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ എപ്പോഴും ഒരു കാര്യത്തിലും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. തുടങ്ങുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ മുന്നിലുള്ള ശോഭാ സുരേന്ദ്രൻ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് പല കാര്യങ്ങളും അധികാരമില്ലാതെ ആളുകളുമായിട്ട് സംവദിക്കാനും അവരുടെ വിഷമം പറയാനും അതിൽ ചിലതൊക്കെ പരിഹരിക്കാനും. ഇപ്പം എനിക്ക് ഒരു കോൺഗ്രസിൻ്റെ ലീഡർ അദ്ദേഹം മന്ത്രിയായിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ലീഡറോട് ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയാനായിട്ട് എനിക്ക് ഒരു മടിയില്ല. ഞാൻ BJP ആണ് എന്ന് കരുതിയിട്ട് എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് സമൂഹത്തിന് വേണ്ടി ചെയ്യിക്കുന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് മടിയില്ല. പിന്നെ ധാരാളം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് 9 സ്ഥലത്തായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട്, അവർക്കൊരു പരിചയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാലത്തെ ചാനൽ ചർച്ചകളിൽ സജീവമായിട്ട് ഞാൻ പോവായിരുന്നു. അപ്പോൾ അറിയില്ല എനിക്ക് അതിൻ്റെ കാരണം എന്താണെന്ന്, പക്ഷേ ഇഷ്ടമാണ് ആൾക്കാർക്ക്, അത് പലരെ ഇഷ്ടമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഒരാൾ. ഒരു സംശയം ചോദിക്കട്ടെ, ഈ മാഡം ഇങ്ങനെ 9 സ്ഥലത്ത് മത്സരിച്ചു എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. മാഡം ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിച്ചു, തൃശ്ശൂർ തന്നെ ഫോക്കസ് ചെയ്ത് മത്സരിച്ചു. പാലക്കാട് തന്നെ ഫോക്കസ് ചെയ്ത് മത്സരിച്ചെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചേനെ എന്ന് പലരും പറയുന്നുണ്ട്. അതിന് പാലക്കാട് ഈ വന്ന ബൈ ഇലക്ഷനിലും മാഡത്തിൻ്റെ പേര് കേട്ടിരുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു സ്ഥലത്ത് തന്നെ നിന്നിരുന്നെങ്കിൽ ജയിക്കാൻ സാധ്യത കൂടുതൽ? അതായത് വ്യക്തിപരമായിട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് ഒരുപക്ഷെ ആ വ്യക്തിക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ, ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല ആരാണെങ്കിലും പാർട്ടി പറയുന്നു നിങ്ങൾ അവിടെ പോയാൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് പറയുമ്പോൾ ശരി പാർട്ടിക്ക് വേണ്ടി പോവാം എന്ന് കരുതി നമ്മൾ പോവും. അങ്ങനെ പോയപ്പോൾ എന്തുണ്ടായി, പാലക്കാടിൽ വേറൊരാൾക്ക് മെട്രോ ശ്രീധരൻ സാർ വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ മാറിപ്പോയിട്ടുണ്ട്. സാറാണ് എന്നേക്കാളും ആപ്റ്റായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല ഞാൻ. പക്ഷേ ഒരാൾ ഒരേ സ്ഥലത്ത് തന്നെ തുടർന്നാൽ വിജയസാധ്യത ചിലപ്പോൾ കൂടുതലുണ്ടാവും എന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇതിൽ പറയല്ല, തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിക്കണം അല്ലെങ്കിൽ എന്ത് വരുന്നു എന്നല്ല ഉപരിയായിട്ട് ഞാൻ ആലപ്പുഴയിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ആലപ്പുഴയിൽ വളരെ പാവപ്പെട്ട ആൾക്കാർ കൂടുതലുണ്ട്. അവിടെ സംവിധാനങ്ങളേ ഇല്ല. അപ്പോൾ ഹരിപ്പാട് ഒരു ചെറിയൊരു ആശുപത്രി ഉണ്ട്, ഒരു സിസ്റ്റവുമില്ല. കായംകുളത്ത് എവിടെയും ആരോഗ്യ മേഖല, ഏതൊരു മേഖല, വിദ്യാഭ്യാസമാവട്ടെ ആരോഗ്യമാവട്ടെ, നോക്കുന്നതെല്ലാം തന്നെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അവിടെയുള്ളത്. അവിടെ ധാരാളം മുന്നേറാനുണ്ട്. കേരളത്തിൻ്റെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ദുർബലമായി പോയ ഒരു ജില്ല. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ഞാൻ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പണിയെടുക്കൽ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ഈ ചുമതലക്കാരി എന്നുള്ള രീതിയിൽ കേരളം മുഴുവൻ ഞാൻ യാത്ര ചെയ്യുമ്പോഴും പുറത്ത് യാത്ര ചെയ്യുമ്പോഴും ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ ആലപ്പുഴയിൽ പോകുന്നത് അവിടുത്തെ ജനങ്ങൾ വോട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് തന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, വല്ലാത്തൊരു വേദനയാണ് ആലപ്പുഴ. പാലക്കാടിനേക്കാളും കൂടെ ആലപ്പുഴ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഒരു പേഴ്സണൽ താല്പര്യം ഉണ്ടെന്നാണ് അതിൻ്റെ? അല്ല, ആലപ്പുഴയിലെ ജനങ്ങളോട് എനിക്ക് വളരെ സഹതാപമുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. ആലപ്പുഴയെ നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റും. കാരണം ടൂറിസം മിനിസ്റ്റർ സുരേഷ് ഗോപി ഉണ്ട്. പക്ഷേ ടൂറിസം മേഖലയിൽ ഒരു പ്രൊജക്റ്റ് പോലും കേരളത്തിന് അനുയോജ്യമായിട്ടുള്ളത് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടൂറിസം വകുപ്പ് മന്ത്രി ചെറുപ്പക്കാരനാണ്, എനർജറ്റിക് ആവാൻ പറ്റും. അപ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന ഫണ്ടുകൾ കൊണ്ടുവന്ന് ഈ ടൂറിസം മേഖലയെ വികസിപ്പിക്കാൻ അദ്ദേഹം മനസ്സ് കാണിച്ചാൽ കേന്ദ്രം കൈയഴിഞ്ഞ് സഹായിക്കും. ആലപ്പുഴയെ വലിയൊരു മൂവ്മെൻറ്റിൽ എത്തിക്കാൻ പറ്റും. പാലക്കാടിൽ ഞാൻ പോകുന്നത് കുറവില്ല. പാലക്കാട് അവിടെ ഓൾറെഡി പാലക്കാടിനെ നോക്കാൻ ആളുകളുണ്ട്. അപ്പോൾ എന്ന് വെച്ച് പാർട്ടി നാളെ പറഞ്ഞു എന്നിരിക്കട്ടെ അവിടെ പോണ്ടി വരും എന്ന് പറഞ്ഞാൽ. കേരള സർക്കാർ അവകാശപ്പെടുന്നത് ലൈഫ് മിഷനിൽ ഏകദേശം ഒരു 6 ലക്ഷം വീട് വെച്ചു കൊടുത്തു. അപ്പം ഇത് ഒന്നും കറക്റ്റ് ആളുകൾക്ക് കിട്ടിയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയല്ല. ഒന്ന്, ആ പദ്ധതിയെ തന്നെ കേരളത്തിൽ ഇത്രയും ലാഗ് ചെയ്യാനുള്ള കാരണം, പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി മറ്റ് സ്റ്റേറ്റുകൾ നടപ്പിലാക്കുന്നത് പോലെ നടപ്പിലാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആദ്യമേ കാണിച്ചില്ല ഗവൺമെൻറ് എന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ പേര് മാറ്റിയിട്ട് അതിൻ്റെ ഞങ്ങൾ ഇത്ര അതിൽ ചെയ്യാം, അതായത് ഞങ്ങൾക്ക് അതിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഈ പദ്ധതി ഡയറക്റ്റ് ആ പദ്ധതി പോലെ വേണ്ട, മറ്റ് സ്റ്റേറ്റുകളിലുള്ള പോലെ വേണ്ട എന്നുള്ള തീരുമാനം ആദ്യമേ അവരെടുത്തു. അതൊരു തെറ്റ്. രണ്ടാമതായിട്ട് ഇവർ ഒരു ഘട്ടം വീട് പണിഞ്ഞ് നിർത്തും, പിന്നീട്
അതിലേക്ക് നോക്കുന്നില്ല. കാരണം പൈസയില്ല, നമ്മുടെ നാട് കടബാധ്യതയിലാണ്. ഇപ്പോൾ ഈ നാട്ടിൽ ഒരു കണക്ക് ഞാൻ പത്രക്കാരോട് പറയുമ്പോൾ കണക്ക് കറക്റ്റ് ആവണ്ടേ. ഇവിടെ നമുക്കിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി എടുത്തിട്ടുള്ള കടം എന്ന് പറയുന്നത് 2024 പൊതുകടം 36,000 കോടിയാണ് എടുത്തത്. 2025 45,000 കോടി എടുത്തു. ടോട്ടൽ നമുക്ക് 4.8 ലക്ഷം കോടി കടമുണ്ട്. അപ്പം ഈ കടമുള്ള കേരളത്തിൽ നമ്മൾ വളരെയേറെ അധപ്പതനത്തിലാണ് നിൽക്കുന്നത് സാമ്പത്തിക മേഖല. അപ്പം നമുക്ക് സ്വീഡനിലുള്ള പോലെ ഒരു മാതൃക ഇവർ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു. പലപ്പോഴും പല പ്രസംഗത്തിലും നമ്മൾ പറഞ്ഞിരുന്നു, സ്വീഡനിൽ ഇതുപോലെ നാട് നശിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവർ ചെയ്തത് കടം എത്ര എടുക്കാം, ആ എടുക്കുന്ന പണം ശരിയായ രീതിയിലാണോ വിനിയോഗിക്കുന്നത്, അതിൽ നിന്ന് റിട്ടേൺ വരുന്നുണ്ടോ, പദ്ധതികൾ വികസനപരമായിട്ട് തന്നെയാണോ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവർ അവിടുത്തെ ഒരു ഫ്രീ ബോഡി, അതായത് ധനകാര്യത്തിൽ ഏറ്റവും അഗ്രഗണ്യരായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി നിരീക്ഷിക്കും എത്ര പണം അവരെടുക്കുന്നു, ഈ പണം ഏതെല്ലാം വകുപ്പുകളിലൂടെ ചെലവഴിക്കുന്നു എന്ന് അവർ നിരീക്ഷിക്കും. അതുപോലെ ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം. ഉണ്ടായാൽ ഈ പറഞ്ഞ പോലെ വീടില്ലാത്തവർ ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. അതിദാരിദ്ര്യമില്ല കേരളത്തിൽ എന്ന് പറയുന്നത് പച്ചക്കള്ളാണ്. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടി ഭാഗത്ത് മാത്രം പോയാൽ മതി. ഷോളയൂര്, പുതൂര്, അതുപോലെ തന്നെ വയനാട് പോയി കഴിഞ്ഞാലും കാണാം. മലപ്പുറത്ത് കാളികാവ് പോലുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ ST മേഖലയിലും ശ്രദ്ധ ചെറുതായിട്ട് വെക്കുന്ന ഒരാളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഭക്ഷണത്തിന് വരെ ഗതിയില്ലാത്ത, എന്നാൽ അവർ ചെറുപയർ കൊടുത്താൽ കഴിക്കില്ല എന്ന് പറഞ്ഞ് അവരധിക്ഷേപിക്കുന്ന ഏകാധ്യാപക പാഠശാല ഒരു കുട്ടി പഠിക്കാൻ ആഗ്രഹിച്ചാൽ അവിടേക്ക് അധ്യാപകനെ വിടണം എന്ന് തീരുമാനിച്ച കേന്ദ്ര ഗവൺമെൻറ്റുള്ള നാട്ടിൽ വിദ്യാഭ്യാസത്തിനും അവർ തയ്യാറല്ലെങ്കിൽ, അവർക്ക് കയറി കിടക്കാൻ കൂറിയുമില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കല്ല. അവരെ ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരും മെഷീനറിയും അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ മാത്രമല്ലോ, എത്രയോ സേവന സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഇവർ പറയുന്നത് അത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അതായത് അവരുടെ ഒരു ബോർഡ് വെക്കുന്നത് അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എന്നാണ് ഇവർ പറയുന്നത്. കാരണം അത് അവരുടെ ആത്മാഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് KC വേണുഗോപാലാണ്. കാരണം പ്രതിപക്ഷം പറയാണ് എന്താണ്, ഒരു കാരണവശാലും ഇത് വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. സാധാരണ മറ്റു സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷം AIDMK, DMK ഇവര് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്ന കാര്യത്തിൽ അവരൊന്നാണ്. വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമായപ്പോൾ ഹെക്ടർ കണക്കിന് ഭൂമി വിഴിഞ്ഞത്തിൻ്റെ ഈ ഗതാഗതത്തെ കൈമാറ്റം ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് കൊടുക്കാൻ തയ്യാറെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് തീരുമാനമെടുത്ത് അതിനുവേണ്ടി അവിടുത്തെ വ്യവസായ പ്രമുഖന്മാരൊക്കെ കൂടി രംഗത്തിറങ്ങിയിട്ട് ഇന്ന് വരെ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മുടെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല. സ്റ്റാലിൻ തൂത്തുക്കൊടി കേന്ദ്രീകരിച്ചുകൊണ്ട്, സ്ഥലം അവിടെ കൂടുതലുണ്ട് ശരിയാണ്, പക്ഷേ ആ ഒരു ഇച്ഛാശക്തി, അതായത് ഒരു പദ്ധതി വന്നാൽ അതിൻ്റെ ഗുണം എൻ്റെ നാട്ടുകാർക്ക് കിട്ടുക എന്നുള്ള ആ പ്രതിപക്ഷ ഭരണപക്ഷ സ്നേഹമില്ലാതെ പിണറായിയോട് പിന്നിൽ നിന്ന് പറയാണ് നിങ്ങളുടെ അഭിമാനത്തിന് ഇത് കേടാണ്, കാരണം ഇത് നരേന്ദ്രമോദിയുടെ പദ്ധതിയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കുക. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പം ഇരട്ടത്താപ്പല്ലേ? കർണാടക ഗവൺമെന്റിന് PM ശ്രീയുടെ 1 കോടി വെച്ച് വാങ്ങാം, ഹിമാചൽ ഗവൺമെന്റിന് വാങ്ങാം. എന്നാൽ പിണറായിയോട് പറയണത് ഇത് വേണ്ടാട്ടോന്ന്. കാരണം എന്താ, ഈ മുഖ്യമന്ത്രിക്ക് കേരളം കഴിഞ്ഞാൽ വലിയ യാത്രയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഉള്ളത് ഔട്ട് ഓഫ് കൺട്രിയാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രി KC വേണുഗോപാൽ പറയുന്നതാണ് കേൾക്കുന്നതാണ്. ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ സോണിയ മാഡത്തിനെ തന്നെ ഉപദേശിച്ച് ഇത്ര വഷളാക്കിയത് കൊണ്ടാണ് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള കോൺഗ്രസ്സുകാർ BJPയിൽ ചേർന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപദേശം കേരള മുഖ്യമന്ത്രി കൂടി കേട്ടു തുടങ്ങി എന്നതിൻ്റെ പരിണിതഫലമായിട്ടാണ് കഴിഞ്ഞ ഇത്രയും വർഷം ഇതൊന്നും വാങ്ങാതെ നിൽക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരമാണ്. KC വേണുഗോപാലിന് അത്ര വലിയ ക്ലൗട്ട് ഉണ്ടോ? ഇന്ത്യൻ കോൺഗ്രസിലുണ്ട്. ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആ ക്ലൗട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള പലരും മൂലക്കിലിരിക്കുന്നത്. അത് അവർ തന്നെ പറയുന്നുണ്ട്. ഇത് എന്നെ വാദിച്ച് തോൽപ്പിക്കാൻ വേണ്ടി വീണ്ടും എന്നോട് ചോദിക്കുകയാണ്. ഈ 9 ഇലക്ഷനിൽ മത്സരിച്ചു, എത്രയോ വർഷമായിട്ട് പാർട്ടിയിലുണ്ട്. പക്ഷെ ഇതിനിടയിൽ കേട്ടു ശോഭ സുരേന്ദ്രൻ BJPയിൽ അസ്വസ്ഥയാണ്, പാർട്ടി വിടാൻ പോവുകയാണ്. ഇതൊക്കെ ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അല്ല, ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഇരുമ്പുമറയുള്ള പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു ഇരുമ്പുമറയ്ക്കകത്തല്ല പാർട്ടി. അതുപോലെ ഒരു കുടുംബാധിപത്യ പാർട്ടിയുമല്ല.
അതിൽ ചില കാര്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. അതായത് ഇപ്പോൾ വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രന് തോന്നാലോ, ഞാനൊരു പൊതുപ്രവർത്തകയാണ്, പൊതുപ്രവർത്തകയായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നാം എന്നോട് സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ ഈ പൊസിഷനേക്കാൾ ഒരു പൊസിഷൻ എനിക്ക് ആകാമായിരുന്നില്ലേ എന്ന് വേണമെങ്കിൽ തോന്നാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കും. അതായത് ഞങ്ങൾക്ക് ജനാധിപത്യം വളരെ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു എന്നിരിക്കട്ടെ, എനിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നല്ലോ വേറൊരു പൊസിഷനിലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം സുരേന്ദ്രനോട് എനിക്ക് ചോദിക്കാം, കാരണം സുരേന്ദ്രൻ യുവമോർച്ചയിൽ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് വന്ന ആളാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ സുരേന്ദ്രൻ പറയും അതല്ല നമ്മൾ അതിനേക്കാൾ കൂടുതൽ നല്ലൊരാൾക്ക് കൊടുത്തു എന്ന് ചിലപ്പോൾ പറയാം. അപ്പോൾ ജനാധിപത്യ ചർച്ചകളും ഒക്കെ BJPക്ക് അകത്ത് കൂടുതലുണ്ട്. കാരണം ഞങ്ങൾ പരസ്പരം പല കാര്യങ്ങളിലും ഒരു വിഷയത്തിൽ ചിലപ്പോൾ രണ്ട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് പാർട്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ആ സ്റ്റാൻഡിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ 1990s BJPക്ക് കേരളത്തിൽ ഇത്രയും കൂടെ സ്വീകാര്യത ഇല്ലാത്തൊരു സമയത്താണല്ലോ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും. അപ്പൊ പാർട്ടിയെ കുറിച്ച് അന്നുണ്ടായിരുന്ന ഒരു വിഷൻ എന്തായിരുന്നു? അതിപ്പം BJP ഫുൾഫിൽ ചെയ്തോ? അന്ന് പാർട്ടി എത്രമാത്രം വളരുമെന്ന് കരുതിയിട്ടുണ്ടാവും? അത്രത്തോളം എത്തിയിട്ടുണ്ടോ പാർട്ടി ഇപ്പോൾ? അല്ല, പാർട്ടി കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഇനിയും വളരണം എന്നാണ് മോഹം. അന്ന് തുടങ്ങുന്ന സമയത്ത് BJPക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു MLAയോ ഒരു മന്ത്രിയോ ഇല്ലാത്ത സമയത്താണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ BJPക്ക് MLAമാർ എണ്ണം കുറവ്, രാജഗോപാൽജി മാത്രമാണ് ജയിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാവുന്നു. അതുപോലെ അവിടെ നിന്ന് വരുന്ന നേതാക്കന്മാരും അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ മുന്നേറ്റങ്ങൾ, കഷ്ടപ്പാടുകൾ. ഞാൻ ശിവരാജ് സിംഗ് ചൗഹാൻജിയുടെ കൂടെയൊക്കെ യാത്ര ചെയ്ത സമയത്ത് ശരിക്കും അദ്ദേഹത്തെ നമുക്ക് നമസ്കരിക്കാനാണ് തോന്നുക. കാരണം ഒരു വാഹനം പോകുന്ന സമയത്ത് നമ്മളൊരു സ്ഥലത്ത് ഒരു വെള്ളം കുടിക്കാനായിട്ട്, ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ ഒരു അനുഭവം ഉണ്ടായതാണ്. മധ്യപ്രദേശിൽ ആളുകൾ ഓടി വരികയാണ്. അതായത് ഓടി വന്ന് മാമാജി എന്നാണ് വിളിക്കുന്നത്. ആളെ കെട്ടിപ്പിടിക്കുന്നു. ഇത് പുതിയതാണോ എന്ന് ചോദിച്ചു. കുട്ടികൾ ഡ്രസ്സ് പിടിച്ച് വലിക്കുന്നു. ഒരു ഫിലിം സ്റ്റാർ ഒരു ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതുപോലെയുള്ള, പക്ഷേ വളരെ സിമ്പിളായിട്ട് അവരോടൊക്കെ ഒരേപോലെ സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി ഉണ്ട്, അപ്പോൾ അതിൽ എല്ലാവരും അംഗമായോ എന്ന് ചോദിക്കുന്നു. അതായത് ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലെ ആളുകളുമായിട്ട് ഇടപഴകുന്ന അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ഈ പ്രവർത്തനം തുടങ്ങി മുന്നോട്ട് പോയിട്ട് നമുക്കുണ്ടായിട്ടുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത് വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകളും ഈവൻ മോദിജി പോലും നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നു, ഹോം മിനിസ്റ്റർ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ വളർച്ച കാണുമ്പോൾ വളരെ വളരെ സന്തോഷം, അഭിമാനം തോന്നുന്നു. കഴിഞ്ഞ ഈ LSG ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കിയാൽ അതിൽ കോൺഗ്രസിന് കൃത്യമായിട്ടൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ആ മുന്നേറ്റം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം എന്നാണ് BJPയുടെ ഒരു അസസ്മെന്റ്? അല്ല, അത് അവരുടെ നരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവരെപ്പോഴും അങ്ങനെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് BJPക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുമോ, സാധിച്ചില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി വിജയിക്കും എന്നുള്ള ഒരു തോന്നൽ ആളുകൾക്കിടയിലുണ്ടായി. ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തോട് ഈ മുഖ്യമന്ത്രിയുടെ ഭരണകാലഘട്ടത്തിൽ അന്യായം നടത്തി എന്നുള്ള തോന്നൽ അത് ജനങ്ങൾക്കിടയിലുണ്ടായി. അപ്പോൾ ഒരു ഏകാധിപതിയെപ്പോലെ ഈ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് പോവുകയാണെന്നും ഒരു കാര്യത്തിലും അദ്ദേഹം നീതി പുലർത്തുന്നില്ലെന്നും ഉള്ള ഒരു തോന്നൽ വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ പാർട്ടി അല്ലെങ്കിൽ ഈ മുന്നണി ഇനി ഇവിടെ വേണ്ട എന്ന് കരുതുന്ന ജനങ്ങൾക്ക് അവർ പ്രാദേശിക തലത്തിൽ, ഞാൻ പറഞ്ഞു, അവർ വോട്ട് ചെയ്യുന്നത് അവരുടെ ആ പ്രദേശത്ത് ആർക്ക് വോട്ട് ചെയ്താൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് കരുതിയിട്ടാണ്. എന്ന് കരുതി കോൺഗ്രസ് ഏറെ മുന്നിലായിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള വലിയ ഒരു ഡിഫറൻസ് പല സ്ഥലത്തും നമുക്ക് കാണുന്നില്ല.
അപ്പം ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു വികസന അജണ്ടയെ ജനം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ ചർച്ചയിലേക്കും ജനം കാതു തന്നില്ലായിരുന്നുവെങ്കിൽ ഇതിലും വലിയൊരു മാർജിൻ കോൺഗ്രസിന് വരുമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു മാർജിൻ കോൺഗ്രസിന് വരാത്തതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, BJP മനസ്സിലാക്കുന്നത്, അവർക്ക് രണ്ടു കൂട്ടരും ഏതാണ്ട് സമാസമമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പൊ കേരള രാഷ്ട്രീയം നിൽക്കുന്നത് എന്ന് കരുതുന്നു. ഈ ഒരു പാറ്റേൺ ആയിരിക്കും അടുത്ത അസംബ്ലി ഇലക്ഷനും പ്രതീക്ഷിക്കുന്നത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഒരു മൂവ്മെന്റ് കേരളത്തിലുണ്ടാവും. എങ്ങനെ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, സ്ട്രാറ്റജി ഞങ്ങൾ പറയില്ല എന്ന്. ഇപ്പോൾ ഈ ഇലക്ഷൻ BJP പ്രതീക്ഷിച്ചിരുന്നത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലയിൽ ശബരിമല ഒരു വലിയ വികാരമായിട്ടുണ്ട്. അപ്പോൾ അത് BJPക്ക് പ്രയോജനം ചെയ്യും. അത് പക്ഷേ യഥാർത്ഥത്തിൽ പ്രയോജനം ചെയ്തത് കോൺഗ്രസിനാണ്. 2018-19 ഇത് തന്നെയാണ് സംഭവിച്ചത്. അല്ല, അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ശബരിമല ഒരു രാഷ്ട്രീയ ആയുധമല്ല. ഞങ്ങൾ ശബരിമല സമരത്തിന് പോകുന്നത്, ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്നത്, അത് ദൈവീകമായിട്ടുള്ള വിശ്വാസികളുടെ കൂടെ നിന്നിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈവൻ ശബരിമല വിഷയത്തിൽ ഇടതുഭാഗത്ത് ശ്രീമാൻ വെള്ളാപ്പള്ളിയെയും വലതുഭാഗത്ത് NSSന്റെ സുമാനൻ സാറിനെയും വിളിച്ചുകൊണ്ടുവന്നത് ശബരിമലയിലേക്ക് വരുന്ന ഭക്തർക്ക് വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാത്രിയിൽ ഉറക്കമുളച്ചിരുന്ന് ഭഗവത്ഗീതയിൽ 4 വരി പഠിച്ചതുപോലും, ചൊല്ലിയത് എങ്ങനെയോ ആവട്ടെ, പഠിച്ചതുപോലും ഇവിടുത്തെ ഹിന്ദു സമുദായത്തിനോട് ഞാൻ മനസ്സ് വെക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് NSSനെയും SNDPയെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അയ്യപ്പൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഇല്ല. അയ്യപ്പസ്വാമി മുഖ്യമന്ത്രിയുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ മഹാസമ്മേളനത്തിന് ശേഷം കട്ടള പൊളിച്ച കാര്യം പുറത്തു വന്നത്. അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ശബരിമല വിഷയമാവട്ടെ, ദൈവികമായ ഏത് വിഷയമാവട്ടെ, ഞങ്ങൾ അതിൻ്റെ മുന്നിലുണ്ടാവും. അതിൻ്റെ റിസൾട്ട് BJPക്ക് വോട്ടായിട്ട് വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല ദൈവികത, അത് രണ്ടും രണ്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ കൈവയ്ക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈശ്വരീയമായിട്ട് നാട്ടിൽ നടക്കുന്ന അന്യായത്തിനെതിരെ ഞങ്ങൾ ഒരു ക്രിസ്ത്യൻ പള്ളിക്കോ മുസ്ലിം പള്ളിക്കോ ഒന്നും ഞങ്ങളെതിരല്ല. കേരളത്തിൽ വിശ്വാസത്തിനും ഞങ്ങളെതിരല്ല. പക്ഷേ ഹിന്ദു വിശ്വാസിയെ മാത്രം ഇങ്ങനെ വേദനിപ്പിക്കുമ്പോൾ അത് നമ്മൾ അതിനെതിരെ പ്രതികരിക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച പോയിന്റ് വികസനമായിരുന്നു. അപ്പോൾ ആ വികസന പോയിന്റിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ശരിയാണ് എന്ന് പലയിടങ്ങളിലും തെളിയിച്ചു. 8 പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നൽകി. കമ്മ്യൂണിസ്റ്റ് കോട്ട 25 കൊല്ലവും 30 കൊല്ലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുള്ള പഞ്ചായത്തുകൾ 8 സ്ഥലങ്ങളിൽ നമുക്ക് നൽകി എന്ന് പറയുന്നത് അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. അപ്പോൾ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്നാണ് BJPയുടെ വിശ്വാസം. മുന്നണി സംവിധാനത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇപ്പം നമുക്കിപ്പം CK ജാനു ഇപ്പം വിട്ടുപോയി, BDJS അതിർത്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഒരു മുന്നോട്ടുള്ള പോക്കിൽ നമ്മുടെ ഒരു ഇത് എന്താണ് ഇവരുടെ പ്രശ്നം? മുന്നണി നമുക്ക് ഉള്ള പാർട്ടികളെ നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം. അല്ല, മുന്നണി സംവിധാനത്തിൽ ഇപ്പം BDJSന് അങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് BJPയുടെ NDAയുടെ യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിലൊന്നും ഒരു കാര്യവും പുള്ളി ഓൺ റെക്കോർഡിൽ അല്ല, ആ മീറ്റിങ്ങിലോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും അത്തരത്തിൽ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയാണല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് മാനസിക വിഷമമോ പരാതിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. അല്ല, ഏതൊരു ചെറിയ വ്യക്തിയാണെങ്കിലും വലിയ വ്യക്തിയാണെങ്കിലും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് കഴിവുണ്ട്, പക്ഷെ ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിലോ, അതായത് BJPയുടെ സ്പീഡ്, അതായത് BJP MLA ആവുന്നത് അല്ലെങ്കിൽ BJPയിൽ മന്ത്രിമാരുണ്ടാകുന്നത് ഒരു പക്ഷേ വളരെ സ്പീഡിൽ വരില്ല എന്നുള്ളൊരു തോന്നല് ജാനു ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലോ? അല്ല, ഇല്ല എന്താണ് പ്രശ്നം? അല്ല, സംസാരിച്ചിട്ടില്ല. പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഒരിക്കലും അങ്ങനെ പോകുന്നതിനെ കുറിച്ചുള്ള യാതൊരു ആലോചനയും പങ്കുവച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ജാനുവിനെ പോലെ ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്ന്, അതും ഈ മുത്തങ്ങ പോലെ ഒരു ചരിത്രപരമായ ഒരു സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു ആദിവാസി സ്ത്രീ നമ്മുടെ കൂടെ വന്നിട്ട് എന്തുകൊണ്ട് BJPക്ക് അവർക്കൊരു നാഷണൽ ലെവലിൽ അവർക്കൊരു പൊസിഷൻ, എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കാൻ BJPക്ക് എന്ത്? അതായത് BJPയുടെ അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്,
നോർത്ത് ഈസ്റ്റിലെ പല കേന്ദ്രങ്ങളിലും അതിശക്തരായിട്ടുള്ള ST മേഖലയിൽ നിന്ന് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കയറി വന്നിട്ടുള്ള 30-40 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അധികായന്മാർ ആയിട്ടുള്ള ആളുകൾ ഈ പാർട്ടിക്കകത്ത് ഉണ്ട്. അതായത് കഷ്ടപ്പാട്, അവരുടെ കഠിന പ്രയത്നം. അപ്പോൾ ഒരു പൊസിഷനിലേക്ക് മാത്രമല്ല, ഇപ്പം ദേശീയ തലത്തിലേക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ജാനു ചേച്ചി കാണിച്ചിട്ടില്ല നമ്മളോട്. അപ്പോൾ ഇതിൽ വളരെ സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. അമിത്ഷാജി വന്നപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ആളുണ്ടായിരുന്നു. ചേച്ചി ഒരു കസേരയിലിരുന്നു, അമിത്ഷാജി ഒരു കസേരയിലിരുന്നു, ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പറയാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അതൃപ്തിയോ വിഷമമോ ഉള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ BJP കരുതുന്നത്, അല്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് അതിന് ആൻസർ പറയുന്നത്, കാരണം ഈ ചോദ്യത്തിന് ഉത്തരം BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുള്ള ഒരാൾക്ക് കൂടുതൽ ഒരുപക്ഷെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. കാരണം NDA സംവിധാനം നോക്കുന്നത് സ്റ്റേറ്റിൻ്റെ അധ്യക്ഷനാണ്. അപ്പോൾ എൻ്റെ ഒരു തോന്നൽ ഇങ്ങനെയാണ്. കാരണം പെട്ടെന്ന് BJP 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ BJPക്ക് അത്തരത്തിൽ മുന്നേറാൻ പറ്റുമോ എന്നുള്ള തോന്നൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ. ജാനു ഉയർത്തിയ കുറേ ചോദ്യങ്ങൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അത് ഈ ആദിവാസികളുടെ ലാൻഡ് റൈറ്റ് ആയാലും ശരി. പക്ഷെ ഇപ്പൊ പോയ പാർട്ടി അവരെത്രയോ കാലം കേരളത്തിൽ ഭരിച്ചു. ഇപ്പോ ജാനു ചേച്ചി ഉയർത്തിയ വിഷയങ്ങളിൽ 100% ആ വിഷയമായിരുന്നു പോകാനുള്ള കാരണമെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞൊരു പാർട്ടിയിലേക്ക് പോവില്ലായിരുന്നു. കാരണം BJP ഇന്ന് വരെ കേരളത്തിലെ മുഖ്യമന്ത്രി BJPക്ക് ഉണ്ടായിട്ടില്ല, 1/2 MLA-മാരുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ ഈ വിഷയം പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് എന്നുള്ളത് തന്നെ തെറ്റാണ്. കാരണം എന്താ, അതാണോ അതിൻ്റെ ശരി എന്നുള്ളത് പബ്ലിക് ചിന്തിക്കില്ലേ? കാരണം അവർ കേരളത്തിൽ ഇത്രയും വർഷം ഭരിച്ചിട്ട് എന്തുകൊണ്ട് പാവപ്പെട്ട ST വിഭാഗക്കാരുടെ SC വിഭാഗക്കാരുടെ ഭൂമി എന്തുകൊണ്ട് അവർക്ക് 5 സെൻറ്റ് ഭൂമി വെച്ച് കൊടുത്തില്ല, 10 സെൻറ്റ് ഭൂമി വെച്ച് കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല? ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, ഒരല്പം കൂടി മുന്നോട്ട് പോകാൻ ഒരു ചാൻസ് ദൈവാധീനം കൊണ്ടുണ്ടായാൽ എനിക്ക് ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ ഭൂമിയില്ലാത്ത ആളുകളുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അത്രയധികം ഭൂമിയില്ലാത്ത ആളുകൾ, പാവപ്പെട്ടവർ ഇവിടെ കേരളത്തിലുണ്ട്. എന്നാൽ ഹെക്ടർ കണക്കിന് ഭൂമി, പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി കേരളത്തിൽ അവശേഷിച്ച് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഗവൺമെൻറ് അത് എടുക്കുന്നില്ല? ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയ പാർട്ടിക്കാരെടുക്കുന്നുണ്ടോ? അവരാവശ്യപ്പെടുന്നുണ്ടോ പാവപ്പെട്ടവർക്ക് ഇത് കൊടുക്കാതെ ഞാൻ ഇനി ഒരു നിമിഷം മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ എന്താ കേരളത്തിൻ്റെ നിയമസഭ സമർപ്പിക്കാത്തത്? അപ്പോൾ സമരങ്ങളും പ്രതികരണങ്ങളും സ്വന്തം സൗകര്യത്തിനും സുഖത്തിനും വേണ്ടി മാത്രമാണ് എന്നുള്ള രീതിയിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ ജാനു ചേച്ചി തിരഞ്ഞെടുത്ത വഴി ദുഃഖിക്കേണ്ടി വരുമോ എന്ന് ഒരു ചെറിയ സംശയം മാത്രം. അതിനെ കൂടുതൽ ഞാൻ പറയില്ല. കാരണം എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് സ്ത്രീ രാഷ്ട്രീയ നേതാക്കൾ അവർ എവിടെയും ശോഭിച്ച് കാണണം എന്നുള്ള ഒരു ചെറിയ താല്പര്യം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കാരണം എല്ലാ പാർട്ടിയിലെയും വനിതാ നേതാക്കളുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. 20 വർഷമായിട്ട് ഞാൻ മൈക്ക് കിട്ടുമ്പോഴെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെയും സ്ത്രീകൾ, അവർക്ക് പോലും പറയാൻ ധൈര്യമില്ല. അപ്പോൾ പക്ഷേ കേരളത്തിൽ 20 വർഷമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ പ്രാതിനിധ്യം 2 പാർട്ടികളും വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടാറുണ്ട്. ഞങ്ങൾ ഭരണഘടന പൊളിച്ചെഴുതി, ഞങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ഞങ്ങൾ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി സ്ത്രീയായിരുന്നു, രാജസ്ഥാനിലെ മുഖ്യമന്ത്രി സ്ത്രീയായിരുന്നു, ഡൽഹിയിലെ മുഖ്യമന്ത്രി സുഷമ സ്വരാജ് സ്ത്രീയായിരുന്നു, വീണ്ടും ഡൽഹിയിലെ മുഖ്യമന്ത്രി ഇപ്പം സ്ത്രീയാണ്. അപ്പം ഞങ്ങൾ ഫിനാൻസ് മിനിസ്റ്ററെ കൊണ്ടുവന്നു. അതുപോലെ വലിയ 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 പൊസിഷനുകളിൽ നിർമ്മല സീതാരാമനെ പോലെ, സ്മൃതി ഇറാനിയെ പോലെ, ഇപ്പോൾ കുട്ടികളുടെ മിനിസ്റ്റർ, അതായത് ഒരുപാട് സ്ത്രീകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അതിനർത്ഥം ഇനിയും ആവാം എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയും ധാരാളം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ 33% സംവരണം അത് നിയമം മൂലം കൊണ്ടുവന്നത്. അതാ ഞാൻ നാഷണൽ കോണ്ടെക്സ്റ്റ് അല്ല, കേരളത്തിലെ കോണ്ടെക്സ്റ്റ്. കേരളത്തിലെ വനിതാ നേതാക്കൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ ചില ധാരണകളൊക്കെ ഉണ്ട്, അതൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഇവരൊക്കെ മുമ്പോട്ട് വരുന്നത്. അതിനനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യം അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊടുക്കുന്നില്ല, BJP ഉൾപ്പെടെ. BJP 4 സ്ത്രീകളെ ഈ പുതിയ പ്രസിഡന്റിന്റെ കീഴിൽ 4 സ്ത്രീകൾ, 4 ജില്ലാ പ്രസിഡന്റുമാർ സ്ത്രീകളാണ്. 30 സ്ത്രീ മണ്ഡലം പ്രസിഡന്റുമാർ ഞങ്ങൾക്കുണ്ട്. SC വിഭാഗത്തിൽ നിന്ന് തത്തുല്യമായിട്ട് ആളുകളെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സ്ത്രീകൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. എന്നാൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് സ്ത്രീ സൗഹൃദമായിട്ട്
പ്രമോഷൻ നടക്കുന്നില്ല. അതായത് പുരുഷൻ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ജോലി ചെയ്യുന്ന സ്ത്രീ, അവരെ ഞങ്ങൾ പുരുഷന് വാർത്ത കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ കൊടുക്കട്ടെ എന്ന് കരുതി അവരുടെ യാത്രകളും അവരുടെ പ്രവൃത്തിയും എല്ലാം ഒന്ന് എന്തുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് നിരീക്ഷിച്ചുകൂടാന്നുള്ള ഒരു മറു ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം 2 ദിവസം കൂടുമ്പോൾ പ്രസംഗം നടത്താൻ പോകുന്ന ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ബൈൽ ന്യൂസ് എന്തുകൊണ്ട് മാധ്യമങ്ങൾ കാണുന്നില്ല? നേരെ മറിച്ച് വീടിനകത്തിരുന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പുരുഷന്മാരായിട്ടുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളുടെ ന്യൂസ് കൊടുക്കുന്നത് പോലെ BJPയിലും ഉള്ള സ്ത്രീകളുടെ കൊടുത്താൽ ഇനിയും വളരും. ഞങ്ങളിപ്പോൾ സ്ഥാനത്ത് എന്തായാലും കുറേ ആളുകളെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ കേരളത്തിലെ സ്ത്രീ രാഷ്ട്രീയ നേതാക്കളെ, ഇങ്ങനെ പറയാം, കേരളത്തിലെ സ്ത്രീ രാഷ്ട്രീയ നേതാക്കളെ കാണേണ്ട രീതിയിൽ മാധ്യമ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ കാണുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയം രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ജയം ആഘോഷിച്ചപ്പം കേക്ക് മുറിക്കാൻ ശോഭാ സുരേന്ദ്രൻ വന്നില്ല എന്നത് വലിയ വാർത്തയായിരുന്നു. അത് ഞാൻ എവിടെയായിരുന്നു? ഞാൻ ആലപ്പുഴയിൽ ചാരുമൂടിൽ ക്രിസ്മസ് കരോളിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആക്രമണം അയച്ചുവിട്ടു. 2 വാർഡുകൾ അവിടെ BJP ജയിച്ചു എന്നായിരുന്നു കാരണം. BJPക്കാരെയല്ല, ചുമട്ട് തൊഴിലാളിയായിട്ടുള്ള മുസ്ലിം സുഹൃത്ത് ഉൾപ്പെടെ അദ്ദേഹത്തിന് അടികൊണ്ടു, 8ഓളം സ്റ്റിച്ചിട്ടു, അങ്ങനെ ആശുപത്രിയിലായി. അപ്പോൾ ആശുപത്രിയിലായപ്പോൾ ഞാൻ ആലപ്പുഴയിലെ പാവപ്പെട്ടവൻ അടികൊള്ളുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇനിയും രാത്രിയിൽ അവരെ ആക്രമിക്കും എന്നുള്ള തോന്നലുണ്ടാവുമ്പോൾ ഞാൻ കേക്ക് മുറിക്കാനാണോ പോണ്ടത്, അവരുടെ ഇടയിലാണോ ഞാൻ നിൽക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചു. അപ്പോൾ ക്രിസ്മസ് ആയിരുന്നു ഒന്ന്. ഞാൻ രാവിലെ 94 വയസ്സായി എൻ്റെ അമ്മയ്ക്ക്. അമ്മയുടെ കൂടെ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ ക്രിസ്മസ് എൻ്റെ കൂട്ടുകാരുടെ കൂടെ, എനിക്കും ക്രിസ്ത്യൻ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെ സന്തോഷിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർക്ക് പോയി. പക്ഷേ ഈ അടിയുടെ വാർത്ത, തലേ ദിവസത്തെ വാർത്ത കേട്ടപ്പോൾ ഞാൻ പുലർച്ചെ എണീറ്റു, ഇവിടെ വന്നു. ആലപ്പുഴയിൽ അന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ അവിടെ നിന്നു. ആശുപത്രിയിലെ ബില്ല് അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ സമീപിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ക്ലബ്ബല്ലേ, ക്ലബ്ബിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ട്, ഞങ്ങൾ തന്നെ ബില്ല് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ അസുലഭ സൗഭാഗ്യം ഉണ്ടായില്ല. അതിന് പകരം എൻ്റെ കോർപ്പറേഷൻ ചെയർമാൻ്റെയും വൈസ് ചെയർമാൻ്റെയും ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു വനിതാ മേയർ ആകാമായിരുന്നു എന്ന് തോന്നിയില്ലേ? അല്ല, അവിടെ വനിതാ മേയർ ആകാമായിരുന്നു എന്ന് തോന്നുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, രാജേഷ് എത്രയോ കാലമായിട്ട്, അതായത് മേയർ വനിതയാകുമെന്നറിഞ്ഞിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര് മേയറാവുന്നു എന്നുള്ളത് രാജേഷിന് വിഷയമല്ല. രാജേഷ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ രാജേഷ് ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. യുവമോർച്ച കാലഘട്ടം മുതൽ തുടങ്ങിയതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കോർപ്പറേഷൻ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല മെഷീനറി, അതായത് എല്ലാ കോർപ്പറേഷൻ മെമ്പർമാരെയും നന്നായി അറിയാവുന്ന, അടുത്തറിയാവുന്ന ഒരാൾ വേണം എന്നുള്ളത് കൊണ്ടാണ് രാജേഷിനെ പട്ടിക നറുക്ക് വീണത്. അല്ലാതെ അത് ശ്രീലേഖ എന്ന് പറയുന്ന ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള മുഖത്തിന് രാഷ്ട്രീയത്തിൽ അവർ ഇരിക്കാൻ യോഗ്യയായിട്ടുള്ള സ്ത്രീ തന്നെയാണ്. പക്ഷെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ തന്നെ പറഞ്ഞല്ലോ, എന്നേക്കാൾ എക്സ്പീരിയൻസ് രാജേഷിനുണ്ട്, അതുകൊണ്ടാണ് പാർട്ടി രാജേഷിനെ പരിഗണിച്ചതെന്ന് അവർ പറയണ്ടായി. ഒരു കസേരയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കുന്നത് ശരിയാണ്? വാഗ്ദാനം കൊടുത്തു എന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്റർവ്യൂല് പറഞ്ഞു. അല്ല, പക്ഷെ അത് പിന്നീട് അവർ തന്നെ മാറ്റി. അവർ പറഞ്ഞത്, ഞാൻ അവരുടെ ഇൻ്റർവ്യൂ ആണ് കണ്ടത്, അപ്പോൾ അവർക്ക് കോർപ്പറേഷൻ മേയർ ആവാനുള്ള യോഗ്യതയ്ക്ക് യാതൊരു കുറവുമില്ല. എന്നാൽ ഈ നമ്മളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ സംവിധാനം, ആ സംഘടനാ സംവിധാനത്തിൽ ഏറെ കുറച്ച് മുന്നോട്ട് നിൽക്കുന്നത് മിസ്റ്റർ രാജേഷാണ് എന്നുള്ളത് കൊണ്ട് രാജേഷ് അവിടെ നിൽക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണകരമാവും എന്നുള്ള പാർട്ടിയുടെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ രാജേഷായി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കഴിഞ്ഞ LSG ഇലക്ഷൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്താൽ അതിൽ കാണുന്ന ഒരു കാര്യം, ഈ ക്രിസ്ത്യൻ സമൂഹം കൃത്യമായിട്ട് UDFന് പ്രത്യേകിച്ചും കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ BJPയുടെ ചെറുതായ ഒരു താല്പര്യം കാണിച്ചു തുടങ്ങിയിരുന്ന ഒരു സമുദായം കൂടിയാണ് ക്രിസ്ത്യൻ സമുദായം. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരുള്ള വിജയത്തിന് പിറകിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടുണ്ട്. പക്ഷെ ആ സമുദായം ഇപ്പോൾ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ BJP എങ്ങനെയാണ് ഓവർകം ചെയ്യുക?
അല്ല, അങ്ങനെ എനിക്ക് അതിൽ അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. അവിടെ പാർലമെൻറ്റിലുണ്ടായിരുന്ന ഒരു ട്രെൻഡ് വ്യത്യസ്തമായിരുന്നു. ഇത്തവണ ഏതു വിധേനയും ഈ മുഖ്യമന്ത്രിക്ക് ഒരു പണി കൊടുക്കണം, അദ്ദേഹം കുറച്ച് അപമാനിതനാകണം എന്നാഗ്രഹിച്ച ജനങ്ങൾ, ഞാൻ നേരത്തെ ആ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു, അവർക്ക് തോന്നി ഈ വാർഡിൽ BJP തന്നെ ജയിക്കുമോ. കാരണം സുരേഷ് ഗോപിയുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയോ ഒരു പാറ്റേണോ ആയിരുന്നില്ല പ്രാദേശിക തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ തോന്നലിൽ ഒരുപക്ഷെ കുറച്ച് കോൺഗ്രസിലേക്ക് വോട്ടുകൾ വന്നിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ വോട്ടുകളിലും മാത്രമായിട്ട് പോയി എന്ന് BJP വിലയിരുത്തുന്നില്ല. അത് പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് അല്ല അസംബ്ലിയിലും പാർലമെന്റിലും ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയും പിണറായി വിജയനെ തോൽപ്പിക്കണം എന്നുള്ളതാണ് ജനത്തിന്റെ മനസ്സിലെങ്കിൽ അവരുടെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കോൺഗ്രസ് ആയിരിക്കില്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഒരു ഫസ്റ്റ് ചോയ്സ് അസംബ്ലിയിലായിരിക്കില്ല. കാരണം കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും അവർക്ക് ത്രികോണ മത്സരം നടത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു തോന്നൽ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ അവരുടെ അഡ്ജസ്റ്റ്മെന്റിലൂടെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഇപ്പം കായംകുളത്ത് 50,000-ഓളം വോട്ട് എനിക്ക് കിട്ടിയത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ആ വോട്ട് കുറഞ്ഞത് അവിടെ രഹസ്യമായിട്ട് അവരുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഇന്ന് അവർക്ക് കിട്ടിയ പൊസിഷനുകൾ നാളെ പബ്ലിക്കിനെ നമ്മൾ ബോധ്യപ്പെടുത്തും. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ലീഗും ഒരുമിച്ച് ഇന്ന പൊസിഷനുകൾ പഞ്ചായത്തുകളിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ധാരണ ജനങ്ങൾക്ക് ബോധ്യമാവും. ഇത് തന്നെയാണ് ഞങ്ങൾ തൃശ്ശൂരിലും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ഒരു മൂവ്മെന്റ് BJPക്ക് ശക്തമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ആന്റി പിണറായി വോട്ട് കോൺഗ്രസിനല്ല BJPക്കാണ് വരേണ്ടത്. കാരണം കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള മോഹം അത് ജനങ്ങളുടെ നടക്കില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? കേന്ദ്രത്തിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു സർവകലാശാലയ്ക്ക് തറക്കല്ലിടുന്നുണ്ട്. അത്രയധികം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണർച്ചയുണ്ടാവുന്നു. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. IIT-കളും IIM-കളും വർദ്ധിക്കുന്നു. ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നു, കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നാളിത്രയും ഭരിച്ചിട്ടും മൂവ്മെന്റ് ഇല്ലാതെയാണ് പിണറായിയെ സ്വീകരിച്ചതെങ്കിൽ, പിണറായി മാറി UDF വന്നതുകൊണ്ട് എന്ത് വ്യത്യസ്തതയാണ് മോദി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെടുത്ത് പദ്ധതികൾ ചെയ്യാൻ ഈ രണ്ടു കൂട്ടർക്കും ആര് വന്നാലും ഒരുപോലെയല്ലേ എന്നുള്ള ചോദ്യം അത് ജനം ചോദിക്കില്ലേ? ഇവിടുന്ന് ഒരു മുഖ്യമന്ത്രി, പക്ഷെ ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത് നമ്മള് മോഡിയെ പോയി കാണുന്നു, നമുക്കൊരു എയിംസ് വേണം, ഇതുവരെ തന്നിട്ടില്ല. പലവട്ടം പോയി കണ്ടു, ഹെൽത്ത് മിനിസ്റ്ററെ കണ്ടു, എയിംസ് കണ്ടില്ല, തന്നിട്ടില്ല. സിൽവർ ലൈൻ പദ്ധതിയായിട്ട് ചെന്നു, തന്നില്ല. അപ്പോൾ പല പ്രോജക്റ്റും കേന്ദ്ര സർക്കാർ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കഷ്ടപ്പാടാണ്. എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ പോകുന്നത് ആരാന്നുള്ളത് അറിയണം. അവരെ മാധ്യമപ്രവർത്തകർ ഇന്റർവ്യൂ ചെയ്താലാണ് അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെങ്കിലും അല്ലല്ല, ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പബ്ലിക്കായിട്ട് ഇതുവരെ മോദിജി ഇരിക്കുന്ന ഒരു സ്ഥലത്ത്, ഇവിടെ പലവട്ടം വന്നല്ലോ, രണ്ടാളും ഒരുമിച്ചിരുന്നല്ലോ, ആ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്താ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാത്തത്? ഇപ്പം കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട്, അതായത് അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ മേഖലയിൽ എയിംസ് കിട്ടണമെങ്കിൽ ഇത് 1 കിലോ പരിപ്പ് വാങ്ങണ പരിപാടിയല്ല. അത് ഏത് ജില്ലയിൽ വരണം, അവിടെ എത്ര സ്ഥലമുണ്ട്, ഇത് സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണാത്മക റിപ്പോർട്ടും കേന്ദ്രത്തിൽ പോയിട്ടില്ല. അല്ല, കൊടുത്തു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം കോഴിക്കോട് MP രാഘവൻജിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും ചേർന്നുകൊണ്ട് ഒന്ന് കൊടുക്കുക. കണ്ണൂർ ലോബി മാർക്സിസ്റ്റ് പാർട്ടി ഒരെണ്ണം കൊടുക്കുക. പിന്നെ ആലപ്പുഴയിൽ ഒരു ടീം പരിശ്രമിക്കുന്നുണ്ടോ എന്ന് കൊടുത്തിട്ടില്ല, പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അതിനെ പൊളിക്കാൻ വേറെ ഏത് സ്ഥലം തിരഞ്ഞെടുക്കുക. ഇതല്ല പരിപാടി. അതായത് എങ്ങനെ ചെയ്യണം? പ്രതിപക്ഷ നേതാവിനെ വിളിക്കുക, മുഖ്യമന്ത്രി ഇരിക്കുക, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെയെങ്കിലും വിളിക്കുക, ഒരു ചർച്ച നടത്തുക. എന്നിട്ട് എയിംസ് നമുക്ക് തരുന്നില്ല, ഞാൻ കൊടുത്ത പേപ്പറിൻ്റെ കോപ്പി ഇതാണ്, വിവേചനപരമായിട്ടുള്ള സമീപനം നരേന്ദ്രമോദി സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു പേപ്പർ വെച്ചിട്ടുണ്ടോ ഇതുവരെ മുഖ്യമന്ത്രി? അപ്പം എപ്പോൾ കൊടുത്തു? ഞാനിപ്പോൾ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത്,
എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന ജില്ലയിൽ ഇന്ന സ്ഥലത്ത് എല്ലാ ഇൻസ്പെക്ഷനും കഴിഞ്ഞു, ഈ സ്ഥലം ഞങ്ങൾക്ക് പ്രാപ്തമാണ്, അങ്ങിവിടേക്ക് ഇത് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പർ കൊടുത്തിട്ടുള്ളത്? ഇൻഡസ്ട്രി മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട് നമ്മുടെ സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അപ്പൊ ജിയോ വേണമെന്ന് പറഞ്ഞു, ജിയോ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രി മിനിസ്റ്റർ അനൗൺസ് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ ഈ ഒരു ഇപ്പോ അതിന്റെ ഒരു കോപ്പി എന്തായാലും BJP ഇടയ്ക്കിടയ്ക്ക് BJPയുടെ പല നേതാക്കളും കേന്ദ്രത്തിലേക്ക് പോകുന്നുണ്ടല്ലോ, ഒരു കോപ്പി കേരളത്തിന്റെ മുഖ്യമന്ത്രി നമുക്ക് കൂടി നൽകിയാൽ എന്താണ് അതിന്റെ സാങ്കേതിക തടസ്സം എന്നുള്ളത് നമുക്കും സംസാരിക്കാലോ. ഈ എയിംസ് ആലപ്പുഴ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണോ? അല്ല, ഞാൻ ഒരു കേരളം മുഴുവനുമുള്ള ആളുകളോട്, കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, പക്ഷേ ആലപ്പുഴ ഒരു മിഡിൽ പ്ലേസ് ആണ്. അല്ല, ആ ചോദ്യത്തിന് നേരായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് പറയാൻ ഇപ്പം തൽക്കാലം ഇല്ല. കാരണം ക്യാബിനറ്റ് മിനിസ്റ്റർ നദ്ദാജി BJPയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ വന്നിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എയിംസ് ആലപ്പുഴയ്ക്ക് കിട്ടുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയേക്കാൾ വലിയൊരു മറുപടി എനിക്ക് പറയാനില്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് എന്തായാലും കേരളത്തിന് എയിംസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പല സ്റ്റഡികളും ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ കേന്ദ്രമന്ത്രിയെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും. മാധ്യമ സുഹൃത്തുക്കൾ ഇങ്ങനൊരു ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ഇങ്ങനൊരു പേപ്പർ തന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. ഈ സുരേഷ് ഗോപിയും പറഞ്ഞിരുന്നു തൃശ്ശൂർ അല്ലെങ്കിൽ ആലപ്പുഴ ആണെന്നല്ല. അല്ല, ആലപ്പുഴയിലെ അതിദാരിദ്ര്യമായിട്ടുള്ള പ്രദേശത്തിൻ്റെ ആ ഒരു അവസ്ഥ നോക്കിക്കൊണ്ടായിരിക്കും ആലപ്പുഴയാണെങ്കിൽ. കാരണം പത്തനംതിട്ട, അതുപോലെ ഇടുക്കി, കോട്ടയം, ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾക്ക് വരാൻ അടുത്തുള്ളൊരു സ്ഥലം ആലപ്പുഴ എന്നുള്ള രീതിയിലും കേരളത്തിൻ്റെ ഒരു ഏതാണ്ടൊരു മധ്യഭാഗം എന്നുള്ള രീതിയിലുമാണെങ്കിലോ. ഈ ഇലക്ഷന് മുമ്പ് അത് അനുവദിച്ചിരുന്നെങ്കിൽ കുറച്ച് BJPക്ക് അതിന്റെ പേരിൽ കുറച്ച് വോട്ട് കിട്ടുമായിരുന്നു. അല്ല, അത് സമയം പോലെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു കാര്യം, 30% മുസ്ലിം സമുദായത്തിന് 4000-ഓളം സ്കൂളുകളുണ്ട്, 24% ഉള്ള ഈഴവ സമുദായത്തിന് 370 സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഒരു അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. അല്ല, അതിൻ്റെ മറുപടിയായിട്ടാണ് മുസ്ലിം മതസംഘടനകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള അവരുടെ സമ്മേളനം മലപ്പുറത്ത് നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ നിന്ന് തന്നെ അവർ പറഞ്ഞത് വെള്ളാപ്പള്ളി ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളോട് നമ്മൾ ചർച്ചയിലൂടെ സംവദിക്കണം എന്നവർ പറയണ്ടായി. അത് അവരാണ് പറയേണ്ടത്. കാരണം അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ഈ വിഷയത്തിൽ അവർ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ അതിനെ വീണ്ടും വീണ്ടും കേരള സമൂഹത്തിൻ്റെ മുന്നിൽ വീണ്ടും ആവർത്തിച്ച് പറയണം എന്ന് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, BJPയുടെ ഘടകം, ഞങ്ങൾ ഓൾറെഡി അത് അഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തരം ചർച്ചകൾ സമൂഹത്തിൽ ഭയങ്കരമായ ഡിവിഷൻ ഉണ്ടാക്കുന്നില്ല. അല്ല, സമൂഹത്തിൽ ഒരു മുസ്ലിം ധ്രുവീകരണത്തിന് വേണ്ടി രണ്ട് മുന്നണികളും പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ നോക്കിക്കാണുന്നത്. കാരണം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതിൻ്റെ അപ്പുറത്താണ് AK ബാലൻ വായിക്കുന്നത്. അദ്ദേഹം പറയുന്നതിൻ്റെ അപ്പുറത്താണ് ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു കോൺഗ്രസിൻ്റെ ലീഡർ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. മാർക്സിസ്റ്റുകാരൻ വായിക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ സമുദായത്തെക്കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. BJPക്ക് വളരെ ക്ഷീണം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ജോയിൻ ചെയ്തത്. ഇപ്പൊ സന്ദീപ് വാര്യർ ഇലക്ഷന് മത്സരിക്കാൻ പോവുകയാണ്. ഒരു ഷ്യൂർ സീറ്റ് കോൺഗ്രസ് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് BJP ഹാൻഡിൽ ചെയ്യുക? അല്ല, BJPയിലേക്ക് എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിന്റെ ചാണക്യൻ ശ്രീമൻ കരുണാകരന്റെ മകള് പോലും BJPയിലേക്ക് വന്നു. അപ്പോൾ അത്രയും വലിയ ആഘാതമല്ലേ കോൺഗ്രസിന് ഏറ്റിട്ടുണ്ടാവുക? അപ്പം അതിൽ നിന്ന് ഇത് കിഴിച്ചാൽ മതി. പക്ഷെ ഈ പറയുന്ന പേരുകൾ ഇപ്പം അനിൽ ആന്റണി ആണെങ്കിലും പത്മജ വേണുഗോപാൽ ആണെങ്കിലും അവര് പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം ഒരച്ഛൻ രാഷ്ട്രീയക്കാരനാവുമ്പോൾ ഏറ്റവും കൂടുതൽ ആ വ്യക്തി സമൂഹത്തിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ കൊടുക്കും, ദിവസങ്ങൾ കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും വീടിനകത്തിരിക്കുന്നവർ വളരെ വലിയ സംഭാവന അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് എൻ്റെ മകനെ 12ാം ക്ലാസ് വരെ അടുത്തിരുത്തി നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ചുമതലകൾ വലുതായപ്പോൾ 8ാം ക്ലാസ്സിൽ എൻ്റെ മകനെ ഹോസ്റ്റലിലാക്കി.
അപ്പോൾ അവൻ്റെ 9ാം ക്ലാസ്സും അവൻ്റെ 10ാം ക്ലാസ്സും അവൻ്റെ വളർച്ചയും കാണാൻ ആസ്വദിക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഓരോ ചവിട്ടുപടിയുടെയും പിറകിൽ ത്യാഗം ചെയ്യുന്ന, കരയുന്ന, ഹോസ്റ്റലിൻ്റെ പടിയിൽ നിന്ന് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാം, 8ൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും. അപ്പോൾ കരുണാകരനെ വീട്ടിലേക്ക് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ അത് കൂടാതെ അവരും ധാരാളം പ്രവർത്തിക്കാൻ ഇറങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷെ അതിലെ ഒരു ഗ്രൂപ്പിസം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അർഹമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസം അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതും ഒരു ശരിയാണ്. അവർ കലയിച്ചില്ല. അവർ അച്ഛന് പേര് പോവോ, ഞാൻ തർക്കിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് അതൊരു നാണക്കേടാവോ, എൻ്റെ ചേട്ടന് ബുദ്ധിമുട്ടാവോ എന്നൊക്കെ കരുതി ശ്വാസം മുട്ടി നിന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് ഇതിനേക്കാൾ എത്രയോ വളരാമായിരുന്നു കോൺഗ്രസിൽ. പക്ഷെ പല നേതാക്കന്മാരും BJP ജോയിൻ ചെയ്തിട്ട് പിന്നെ അവരെ കേൾക്കുന്നില്ല. അവരെ ഇപ്പം ടോം വടക്കനായാലും അല്ലെങ്കിൽ പല പല വന്ന് ചേരുന്നു എന്ന് കേൾക്കുന്നു, പക്ഷെ പിന്നെ അവരെ കുറിച്ചൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അല്ല, അവരെല്ലാം ഉണ്ടല്ലോ അവരെയൊക്കെ സൈഡ് ലൈൻ അല്ലല്ല, അവരെല്ലാം തന്നെ ഒരുമിച്ചിരുന്നോണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു കോർ ഗ്രൂപ്പ് യോഗം ഒന്ന് കവർ ചെയ്യാൻ വരുമ്പോൾ നോക്കിയാൽ മതി. അതിൽ ഫ്രണ്ടിൽ PC ജോർജ് ഉണ്ടാവും, ഇവർ ചേച്ചി ഉണ്ടാവും, പത്മ ചേച്ചി ഉണ്ടാവും, അതുപോലെ അനിൽ ആൻ്റണി ഉണ്ടാവും, അബ്ദുള്ള കുട്ടി ഉണ്ടാവും, ടോം വടക്കൻ ഉണ്ടാവും. പലപ്പോഴും ടോം വടക്കന് അങ്ങനെ വരാൻ പറ്റാറില്ല, കാരണം അദ്ദേഹം എഴുത്തും അതൊക്കെ ആയിട്ട് കൂടുതൽ ഡൽഹി കേന്ദ്രീകരിച്ചായിരിക്കുന്നത്. അപ്പോൾ വരുന്ന ആളുകളൊക്കെ ഇതിൽ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്ന ആളുകൾക്കില്ല. എല്ലാവരെയും നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെ നല്ല റെസ്പെക്റ്റും ആദരവും കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. PC ജോർജിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ പറയുന്ന 30 സീറ്റുകൾക്കകത്ത് പൂഞ്ഞാറുണ്ടോ? അല്ല, 30 സീറ്റ് മാത്രമേ കിട്ടൂ എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. 30-ലധികം സീറ്റുകൾ പൂഞ്ഞാറ് തീർച്ചയായിട്ടും ഉണ്ട്. പൂഞ്ഞാറുണ്ട്, കാഞ്ഞിരപ്പള്ളിയുണ്ട്, തിരുവല്ലയുണ്ട്. പാല ഉണ്ടോ? പാല ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്.